ക്രൈസ്തവ സമൂഹങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ ജസ്റ്റിസ് KB കോശി അധ്യക്ഷനായിട്ടുള്ള 3-അംഗ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചത് കഴിഞ്ഞ വാരമാണ്. ഈ കമ്മീഷൻ ഏതൊക്കെ വിഷയങ്ങളിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്? ഈ കമ്മീഷന്റെ റിപ്പോർട്ടിലൂടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വെല്ലുവിളികളും വിവേചനങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കപ്പെടുമോ? ഷക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ന്യൂനപക്ഷ വിവേചനങ്ങൾക്ക് അറുതി വരുമോ? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു NPGRC ചെയർമാൻ ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ, CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി ഷെവലിയാർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ, KLCA സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഷെറി തോമസ്, യുവജന പ്രതിനിധി ശ്രീ അമൽ സിറിയേഖ്. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ഫാദർ ബെന്യാമിൻ ശങ്കരത്തിൽ, കുറെ നാളമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒന്നാകെ ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് അവർക്കെതിരെയുള്ള പല അനീതികൾക്കെതിരെ അല്ലെങ്കിൽ അവകാശ ലംഘനത്തിനൊക്കെ എതിരെ ഒരു ഉത്തരമായിക്കൊണ്ട് ഒരു കമ്മീഷനെ നിയമിക്കണമെന്നും അത് കൃത്യമായി പഠിക്കണമെന്നും ഒക്കെ പറഞ്ഞു. അത്തരത്തിലൊരു തീരുമാനം ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അങ്ങനെ ഒരു സമിതിയെ ഈ കേരള സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ അങ്ങ് കാണുന്നത്? ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത ഗവൺമെന്റിനോടുള്ള സ്നേഹം അറിയിക്കുന്നു. ക്രൈസ്തവ സഭ പ്രത്യേകിച്ചും കേരളത്തില് ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ക്രൈസ്തവ സഭയെ പറ്റി, ന്യൂനപക്ഷത്തില് നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റി പഠിക്കാൻ ഒരു സമിതി ഉണ്ടാക്കി. എന്നാൽ അത് എപ്രകാരം പ്രയോജനപ്പെടുത്താം എന്നുള്ളത് ഓരോ സഭയുടെയും ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് ഒരു തീരുമാനം നടപ്പിലാക്കുമ്പോൾ സഭ, അതായത് സമുദായത്തിലുള്ള അംഗങ്ങളെ പറ്റി പഠിക്കുകയും അതിന് കൃത്യമായിട്ടുള്ള രേഖകൾ നമ്മളുടെ കൈവശമുണ്ടെങ്കിൽ മാത്രമേ വരുന്ന കമ്മീഷന് മുമ്പാകെ അത് അവതരിപ്പിക്കുവാനും നമ്മുടെ പ്രശ്നങ്ങളെ പറ്റി കൃത്യമായിട്ട് പറഞ്ഞ് നമ്മുടെ അവകാശങ്ങൾ നമ്മൾക്ക് മേടിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. അതിനാദ്യം ചെയ്യേണ്ടത് ന്യൂനപക്ഷ സമുദായത്തിലെ ക്രൈസ്തവ സഭ അതായത് മേഖലയിൽ നിന്നുകൊണ്ട് ഒരു പഠനം നടത്തുക എന്നുള്ളത് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. വരുന്ന കമ്മീഷനുകൾ അവർ വെക്കുന്ന റിപ്പോർട്ട് എപ്രകാരമായിരിക്കും എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കണം. അവർ വരുമ്പോൾ വിദ്യാർത്ഥികള്, കുടുംബജീവൻ നയിക്കുന്നവര്, വാർദ്ധക്യത്തിലായിരിക്കുന്നവര്, പൗരോഹിത്യ ശുശ്രൂഷയിൽ ജീവിക്കുന്നവര്, വേദ പഠന ക്ലാസ് നടത്തുന്നവര്, ഇവരെ പറ്റിയൊക്കെയും ഇവരുടെ എല്ലാം സാഹചര്യങ്ങളെ പറ്റിയും നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചാൽ മാത്രമേ ഈ കമ്മീഷനും കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഗവൺമെന്റ് അവരുടെ ഒരു ചുമതല നിറവേറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ഉപയോഗിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെ, അതായത് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്, അത് കൃത്യമായി നടപ്പാക്കണമെന്നാണ് ഫാദറിലൂടെ പറയുന്നത്. അഡ്വക്കേറ്റ് ഷെവലിയർ VC സെബാസ്റ്റ്യൻ, CBCI ലേറ്റി കൗൺസിൽ എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നത്? കാരണം ഈ വിഷയത്തിൽ ധാരാളം ഇടപെടൽ നടത്തുകയും CBCI ധാരാളം കത്തുകൾ എഴുതുകയും ഒത്തിരി ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇത് സാധ്യമാക്കി എടുക്കുവാൻ വേണ്ടി. താങ്കൾ സംതൃപ്തനാണോ ഈ ഒരു തീരുമാനത്തിൽ? അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഒരു കമ്മീഷനെ രൂപപ്പെടുത്തി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ അതിനെ എനിക്ക് ആ രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുവാൻ നിർവാഹവുമില്ല. അതിനുള്ള കാരണങ്ങളിലേക്ക് ഞാൻ വരാം. പക്ഷെ നമ്മുടെ ഈ ചർച്ച പൊതുസമൂഹം ഒന്നാകെ കേൾക്കുന്നതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഗ്രഹിക്കുന്നതുമായ കാര്യമായതുകൊണ്ട് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ പോകുന്നത് ഉചിതമായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. 1993 പ്രത്യേക ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വഴിയാണ് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധർ, പാർസികൾ എന്നീ വിഭാഗങ്ങളെ ന്യൂനപക്ഷങ്ങളായിട്ട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്. 2014 ജനുവരിയിൽ ജൈനരും ഈ വിഭാഗത്തിലേക്ക് വന്നു. അങ്ങനെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. പക്ഷെ 1992 ആദ്യമായിട്ട് മൈനോറിറ്റി കമ്മീഷൻ ആക്ട് നരസിംഹറാവു ഗവൺമെന്റിന്റെ സമയത്ത് നിലവിൽ വന്നത്. ആ ആക്ടിൽ മൈനോറിറ്റി ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നില്ല. 1998 അങ്ങനെ മൈനോറിറ്റി ആക്ട് വന്നു. 93 മൈനോറിറ്റികൾ 5 കാര്യം പ്രത്യേകമായി പരാമർശിച്ചു.
2005 ജനുവരിയിലാണ് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ക്ഷേമ പദ്ധതികൾ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. 2005 ഓഗസ്റ്റ് 15 കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2006 ജനുവരി 29 ന്യൂനപക്ഷേമ വകുപ്പും വന്നു. 2006 നവംബറിൽ മുസ്ലിം വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഉണ്ടായിരുന്ന സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടും സമർപ്പിച്ചു. ഞാനിത് അക്കമിട്ട് പറയുന്നതിന് കാരണമുണ്ട്. പലരുടെയും ഒരു ധാരണ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ മാത്രമാണ് ഇതെല്ലാം നടപ്പിലായത് എന്നുള്ളതാണ്. അത് ശരിയല്ല. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് 2006 നവംബർ മാസം 30 സമർപ്പിച്ചത്. അതിനുമുമ്പ് 2005 ന്യൂനപക്ഷ ക്ഷേമത്തിനായി പദ്ധതികൾ ആവിഷ്കരിച്ചു. അതാണ് 15 പദ്ധതികൾ എന്നറിയപ്പെടുന്നത്. ആ 15 പദ്ധതികള് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തും നടപ്പിലാക്കാൻ വേണ്ടി ഒരു കമ്മീഷന്റെ സിറ്റിംഗിന്റെ ആവശ്യമില്ല. അത് കേന്ദ്ര സർക്കാരിന്റെ ആ പദ്ധതികൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതിന് ചില തകിടം മറിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അത് തുടർന്നുള്ള ചർച്ചയിൽ നമുക്ക് അതിനെക്കുറിച്ച് തീർച്ചയായും അതിലേക്ക് വരാം. അങ്ങനെ 2005 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യൻ സ്വാതന്ത്ര്യദിന സന്ദേശത്തോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 4 പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ് ഓഫ് ദി മൈനോറിറ്റി ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. 4 പ്രധാനപ്പെട്ട തൂണുകൾ. അത് വിദ്യാഭ്യാസ അവസരങ്ങൾ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക തൊഴിൽ മേഖലകളിൽ തുല്യ പങ്കാളിത്തം ഉണ്ടാവുക, ന്യൂനപക്ഷങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക, സാമുദായിക ലഹള തടയുക. ഇതാണ് 4 പില്ലേഴ്സ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വേറെ എങ്ങും പോകണ്ട, തൊട്ടടുത്തുള്ള തമിഴ്നാട്, കർണാടകം, ആന്ധ്ര ഇവിടങ്ങളിലൊന്നും പ്രത്യേക സ്റ്റഡി നടത്തിയിട്ടല്ല ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിയാണോ ഒരു സർക്കാർ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ഇവിടെ ഉയരുകയാണ്. സച്ചാർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ടായ നിർദ്ദേശങ്ങൾ കേരള സർക്കാർ പാലോളി മുഹമ്മദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുപാർശകളായി മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് മാത്രമല്ല ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ. പക്ഷെങ്കില് കേരളത്തിൽ അത് നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. അതായത് ന്യൂനപക്ഷ പദ്ധതികൾ വേണ്ട വിധത്തിൽ കേരളത്തിൽ നടപ്പാക്കുന്നില്ല. അതാണ് അങ്ങ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം അല്ലെ? തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചിരിക്കുന്ന 15 പദ്ധതികൾ അതിന്റെ അർത്ഥത്തിലും അതിന്റെ വ്യാപ്തിയിലും കേരളത്തിലെ എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഉപകരിക്കുന്ന രീതിയിൽ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകൾ, ഇപ്പോൾ ഭരിക്കുന്നവരും ഇതിനു മുമ്പ് ഭരിച്ചവരും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നു എന്നുള്ളത് അല്പസന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാണ്. നിരവധി തവണകളായി പല പ്രാവശ്യമായി ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ ഈ കമ്മീഷനിൽ എന്ത് ന്യൂനതയാണ് അങ്ങ് കാണുന്നത്? ഈ കമ്മീഷനിൽ ഇതൊരു പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടത്തുന്ന ഒരു ശ്രമം എന്നതിനേക്കാൾ അപ്പുറത്ത് എത്രമാത്രം ഈ കമ്മീഷന് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതിനെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. 1. 2, ഈ കമ്മീഷന്റെ രൂപം, ഒരു ജസ്റ്റിസ് ഉണ്ട് ചെയർമാനായിട്ട്, ഒരു IAS ഒരു IPS 2 ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ഈ രൂപം ആയിരുന്നില്ല പാലോളി കമ്മിറ്റിയുടേത്. ഇതിനു മുമ്പ് മുസ്ലിം ക്ഷേമത്തിന് വേണ്ടിയും പിന്നോക്കാവസ്ഥയെക്കുറിച്ചും പഠിക്കാൻ വേണ്ടിയുള്ള കമ്മീഷന്റെ രൂപം ഇതായിരുന്നില്ല. അത് 11 അംഗ കമ്മീഷനായിരുന്നു. അതിൽ K. ഇസ്മായിൽ, ഹംസ, ജലീൽ, TK വിൽസൺ, ഇങ്ങനെ 11 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന വിവിധ മേഖലകളിൽപ്പെട്ട ആൾക്കാരുടെ ആ സമുദായത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്നതിനുമായ ഒരു കോർഡിനേഷൻ ആയിരുന്നു ആ കമ്മിറ്റി.
11 അംഗ കമ്മിറ്റി. അതുപോലെ തന്നെ കമ്മിറ്റി എടുക്കുവാണെങ്കിലും അതൊരു 7 അംഗ കമ്മിറ്റിയാണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഉന്നതര് നമ്മൾ ചർച്ച ചെയ്യുന്നത് ന്യൂനപക്ഷങ്ങളെ വിദ്യാഭ്യാസ ക്ഷേമത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ ഏതൊക്കെ പ്രഖ്യാപിക്കാൻ എന്നുള്ളതാണ്. ഇത് ആ രംഗങ്ങളിൽ അതാത് രംഗങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ളവരെയോ സമുദായത്തിൽ പ്രവർത്തിക്കുന്നവരെയോ ഒന്നും ഉൾപ്പെടുത്താതെ ഒരു ഉദ്യോഗസ്ഥ ലോബിയുടെ റിട്ടയർമെന്റ് ജീവിതത്തിലെ ഒരു തമാശയ്ക്കപ്പുറത്ത് ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതിനെ കുറിച്ച് തീർച്ചയായിട്ടും എനിക്ക് മാത്രമല്ല ഞാൻ ബന്ധപ്പെട്ട പലർക്കും ആശങ്ക ഉണ്ടായിട്ടുണ്ട്. വ്യക്തമാണ്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഷെറി, KLCA എങ്ങനെയാണ് ഈ ഒരു തീരുമാനത്തെ കാണുന്നത്? കാരണം കേരളത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. കേരളത്തിന്റെ സൈന്യം എന്നൊക്കെ നമ്മൾ വിളിക്കും. നമ്മൾ അവരെയൊക്കെ കേരളത്തിലെ സൈന്യം എന്നൊക്കെ വിളിച്ച് ഒന്ന് പുകഴ്ത്തിയിട്ട് നമ്മൾ അവരെ നിർത്തുകയാണ്. വളരെ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ തീരപ്രദേശത്തെ ജനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് കാലങ്ങളായിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. അടുത്ത കാലത്ത് കോവിഡ് വന്നതുകൂടി അതിന്റെ പ്രശ്നങ്ങളുടെയൊക്കെ വ്യാപ്തി കൂടുകയൊക്കെ ചെയ്തു. ഷെക്കേന ബിഗ് ഡിബേറ്റിൽ തന്നെ നമ്മളത് വലിയ രീതിയിൽ ചർച്ച ചെയ്ത വിഷയം കൂടിയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് താങ്കൾ അല്ലെങ്കിൽ ലത്തീൻ സഭ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ ഇതിന്റെ ടേംസ് ഓഫ് റെഫറൻസ് കണ്ടു കഴിഞ്ഞാലാണ് ഇത് എത്രമാത്രം ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനാകും എന്നതിനെ പറ്റി ആധികാരികമായി പറയാനാവുകയുള്ളൂ. എന്താണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കമ്മീഷൻ വന്നത് പൊതുവെ സ്വാഗതാർഹമാണെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2019 നവംബർ മാസം PT തോമസ് MLA മുഖേന കേരളത്തിലെ നിയമസഭയിൽ ഒരു സബ്മിഷനായി കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരെ പറ്റി, ദളിത് ക്രൈസ്തവരെ പറ്റി പഠിക്കാൻ ഒരു കമ്മീഷൻ വേണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അന്ന് അതിന് മന്ത്രി ബാലൻ നിയമസഭയിൽ തന്നെ മറുപടി പറഞ്ഞതുമാണ്. അദ്ദേഹം പറഞ്ഞത് പരിശോധിച്ചു വരികയാണ്, അതിനെപ്പറ്റി പിന്നീട് പക്ഷെ അതിന്റെയൊക്കെ തുടർച്ചയായി ഇപ്പോ സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ നിലപാടുകളും ഉണ്ടായേക്കാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രയോജനപ്പെടുത്താവുന്ന തരത്തിലേക്ക് നമ്മൾ സ്വയം പാകപ്പെട്ട് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുക എന്നതിലാണ് കൂടുതലായി ഒരു ചർച്ച ഉണ്ടാകേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പ്രധാനമായിട്ടും പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ 8 മേഖലകളിലാക്കി തിരിച്ചാണ് ഞങ്ങളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി പറഞ്ഞത്. ഇപ്പോൾ ന്യൂനപക്ഷ അവസ്ഥ മാത്രമല്ല ലത്തീൻ സഭയെ സംബന്ധിച്ച് പറയാനുള്ളത്. മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന അത്തരത്തിലുള്ള പിന്നോക്കാവസ്ഥ കൂടി പഠന വിധേയമാക്കേണ്ടതുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും അതുപോലെ സർക്കാർ ഉദ്യോഗങ്ങളിലെ പങ്കാളിത്തം, സാമ്പത്തിക അവസ്ഥ, ജലലഭ്യത, വാസസ്ഥലത്തിന്റെ ലഭ്യത, ഈ ബോർഡുകൾ, കോർപ്പറേഷൻ അങ്ങനെ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ലഭ്യത, പങ്കാളിത്തം, അതുപോലെ തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളിലെ സംവരണം, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി സമഗ്രമായി 8 തലങ്ങളിൽ പഠനം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ചും ഞാൻ സൂചിപ്പിക്കാതെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, പ്രാഥമിക കാര്യം നിർവഹിക്കാൻ വേണ്ടി കടപ്പുറത്ത് പോയ ശീലുവമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ പട്ടി കടിച്ച് കൊന്ന ഒരു സമുദായമാണ് ലത്തീൻ കത്തോലിക്ക വിഭാഗമെന്ന് കേരളം മറക്കാതിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത്തരത്തിൽ നോക്കുമ്പോൾ സ്വാഭാവികമായും പഠനങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുള്ള പഠനങ്ങളും നമ്മുടെ തെളിവുകളും ഈ കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം എന്നാണ് കരുതുന്നത്. വ്യക്തമാണ്. ശരി, അമൽ സിറിയേക്ക്, ഈ ന്യൂനപക്ഷ അവകാശങ്ങളെ കുറിച്ചൊക്കെ വളരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയും ചെയ്യുന്ന ആളാണ് ശ്രീ അമൽ. ഈ ഒരു കമ്മീഷൻ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏതൊക്കെ മേഖലയിലാണ് ക്രൈസ്തവ സമൂഹം ഒരു വിവേചനം നേരിടുന്നത് എന്നത് തന്നെയാണ്. എങ്ങനെയാണ് ശ്രീ അമൽ ഇതിനെ നോക്കിക്കാണുന്നത്? ഏതൊക്കെ മേഖലയിലാണ് ശരിക്കും ഈ കമ്മീഷന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകേണ്ടത്? തീർച്ചയായിട്ടും ഈ കമ്മീഷനെ സ്വാഗതം ചെയ്യുകയാണ്. പക്ഷെ ഇതിനകത്തുള്ള പാകപ്പിഴവുകൾ അത് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഈ കമ്മീഷനെ വെക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള പ്രതിനിധികളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടോ അത് ചെയ്യുന്നില്ല, അല്ലെ ചെയ്തില്ല. വരുന്ന ആളുകളിൽ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ ഈ കമ്മീഷൻ മുമ്പോട്ട് പോകാനായിട്ടും സർക്കാർ ശ്രമിക്കുമെന്നും കരുതുന്നു. ഇതോടൊപ്പം പറയാനുള്ളത്, ഈ ഒരു പിന്നോക്കാവസ്ഥ ഘടകങ്ങൾ ഇന്നോ ഇന്നലെയോ ഒന്നും നമ്മൾ ചോദിക്കുന്നതല്ല, വർഷങ്ങളായിട്ട് തന്നെ ക്രൈസ്തവ സമൂഹം ചോദിക്കുന്നതാണ്. ഒരു പിന്നോക്കാവസ്ഥ പഠനം വേണമെന്നും കൃത്യമായ രീതിയിൽ ഞങ്ങൾ പിന്തള്ളപ്പെട്ട് പോകുന്നുണ്ടെന്നും ഇവിടെ പാവപ്പെട്ടവൻ ദുരിതം അനുഭവിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ ഒരു ക്രൈസ്തവനായതിന്റെ പേരിലാണ് ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. ഇതിന്റെ അകത്ത് ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഠന മേഖല വരേണ്ടത് എല്ലാ മേഖലകളിലും വരണം. അതായത് സാമ്പത്തികമാകട്ടെ, സാമൂഹികമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, തൊഴിൽപരമാകട്ടെ, അങ്ങനെ എല്ലാ മേഖലകളിലും വരണം. ഇപ്പോൾ യുവാവ് എന്ന നിലയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു യുവവിഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ ക്രൈസ്തവ യുവവിഭാഗം. കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തമായ രീതിയിൽ ഇവർക്ക് ഒരു തൊഴിൽ കിട്ടുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ ഇടയ്ക്കാണെങ്കിൽ
നമ്മുടെ കേന്ദ്രമന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നേരിടുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹമാണെന്ന് രേഖാമൂലം തന്നെ ആ മന്ത്രി അവിടെ പറയുകയുണ്ടായി. അപ്പം ആ നിലയിൽ ഇവിടെ വരുന്ന ഇപ്പോൾ നിലവിലുള്ള ആ യുവാക്കൾക്ക് കൃത്യമായ രീതിയിലുള്ള തൊഴിലുകൾ ക്രമീകരിക്കാനായിട്ടും ശ്രീ അമൽ അതിന്റെ കാരണം എന്താണ്? ക്രൈസ്തവർ മാത്രം പിന്നോക്കം പോകാനുള്ള കാരണം എന്താണ്? തീർച്ചയായിട്ടും ഇവിടെ ശരിക്കും പിന്നോക്കം പോകാനുള്ള കാരണമായിട്ട് നമ്മൾ പറയുന്ന ഇപ്പൊ തൊഴിൽ മേഖലയിൽ എന്നുള്ള ഒരു കാര്യം പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് ധാരാളം ചെലവുകൾ നേരിടുന്ന ഒരു സമൂഹമായിട്ട് മാറിയിരിക്കും. കാരണം ക്രൈസ്തവരിലെ നല്ലൊരു ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇന്ന് വരെ സംവരണം അനുഭവിക്കാത്ത വിഭാഗങ്ങളായിരുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു സ്കൂളിലാകട്ടെ കോളേജിലാകട്ടെ നമുക്ക് അഡ്മിഷനായിട്ട് ഉള്ള കുറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ലോൺ വഴിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം മുന്നോട്ട് പോകൊണ്ടിരുന്നത് ഈ ഒരു സമൂഹത്തിന്റെ. ഈ ഒരു സമൂഹത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് വീട് വിറ്റ് അല്ലെങ്കിൽ വീടിന്റെ ഇപ്പൊ മിക്കവാറും ആളുകളുടെ അല്ലെങ്കിൽ ഒരു നല്ലൊരു വിദ്യാഭ്യാസം നേടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവരുടെ എല്ലാം വീടിന്റെയൊക്കെ അല്ലെങ്കിൽ സ്ഥലത്തിന്റെയൊക്കെ ആധാരം ബാങ്കിലായിരിക്കും. അപ്പം എങ്ങനെ സ്വന്തം മക്കളെ പഠിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ വിഭാഗത്തിലെ നല്ലൊരു ഭൂരിഭാഗം മാതാപിതാക്കളുടെയും ഏറ്റവും വലിയ മുൻഗണന ആയിട്ട് അവർ വെക്കുന്നത്. കാര്യം അവരനുഭവിക്കാത്തില്ല, അവര് ബുദ്ധിമുട്ട് അനുഭവിച്ച വിദ്യാഭ്യാസ മേഖലയിൽ കൃത്യമായിട്ടും മക്കള് വിദ്യാഭ്യാസം നേടണം നിർത്തി താല്പര്യം അവർക്കുണ്ട്. അപ്പൊ അതിന്റെ പ്രകാരം എങ്ങനെ നല്ല വിദ്യാഭ്യാസം മുന്നോട്ട് കൊടുക്കണം എന്നൊരു മൂല്യം ക്രൈസ്തവ സമൂഹം കൊടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഏതറ്റം വരെയും ഈ മക്കളെ പഠിപ്പിക്കാനുള്ള ഒരു ശ്രദ്ധ അവർ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതുപോലുള്ള ലോണുകൾ എടുക്കുക, അതിന്റെ കടത്തകർച്ച വരുന്നു, ഈ ലോൺ തിരിച്ചടയ്ക്കാനായിട്ട് തൊഴിൽ കിട്ടണം, എന്നാൽ തൊഴിൽ കിട്ടുന്നില്ല, അങ്ങനെ തൊഴിൽ ബുദ്ധിമുട്ട് വരുന്നു. മാത്രമല്ല ഒരു സ്ഥിരതയുള്ള ജോലിക്ക് വേണ്ടി ശ്രമിച്ച് അല്ലെങ്കിൽ കിട്ടാൻ സമയമാകുമ്പോൾ ഏകദേശം 30 വയസ്സിന് കഴിഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോൾ വിവാഹാലോചനയിലും ബുദ്ധിമുട്ടുകൾ വരുന്നു. അപ്പൊ അങ്ങനെ ധാരാളം പ്രതിസന്ധികൾ ഈ യുവസമൂഹം തന്നെ നേരിടുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ ശരിക്കും പറഞ്ഞ് കൃത്യമായ രീതിയിൽ ഒരു നല്ലൊരു പഠനം ഈ മേഖലയിലൊക്കെ നടത്തി അതിന് പരിഹാരം പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല അതോടൊപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളുണ്ട്. ഈ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളിൽ തന്നെ ധാരാളം പദ്ധതിയായിട്ട് വരുന്ന സ്കോളർഷിപ്പ് പദ്ധതികളാണ്. സ്കോളർഷിപ്പ് പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും യുവാക്കളെ മുന്നോട്ട് വെച്ചുള്ള പദ്ധതികളാണ്. അതായത് ഒരു സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്ക് അവർക്കൊക്കെയുള്ള സ്കോളർഷിപ്പ് പദ്ധതികളാണ്. അത് കേരള സർക്കാർ വിഭാഗം അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കുന്ന സ്കോളർഷിപ്പ് പദ്ധതികളെല്ലാം തന്നെ ഇപ്പൊ 80:20 പോലുള്ള വിവേചനങ്ങളൊക്കെ അവർ കയറ്റി വെച്ചിരിക്കുകയാണ്. ഒരു നിമിഷം ശ്രീ അമൽ, എന്താണ് ഈ 80:2 ആ വിവേചനം ഒന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞു തരാം? തീർച്ചയായിട്ടും 80:20 എന്ന് പറയുന്ന ഒരു അനുപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംസ്ഥാന ന്യൂനപക്ഷ പദ്ധതികളിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു അനുപാതമാണ് 80:20 എന്ന് പറയുന്ന അനുപാതം. അതായത് 80% മുസ്ലിം വിഭാഗത്തിനായിരിക്കണമെന്നും 20% മറ്റ് മത ന്യൂനപക്ഷങ്ങൾക്കുമായിരിക്കണമെന്നാണ് ഇപ്പൊ വിഭാവനം ചെയ്തിരിക്കുന്നത്. അതായത് സാർ പറഞ്ഞ പോലെ 6 ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്: ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി. ഇതിനകത്ത് 80% മുസ്ലിം വിഭാഗത്തിനും ബാക്കി വരുന്ന ക്രിസ്ത്യൻ, ജൈന, ബുദ്ധ, പാഴ്സി, സിഖ് വിഭാഗങ്ങൾക്കായിട്ടാണ് കേരളത്തിൽ 20% മാറ്റി വെച്ചിരിക്കുന്നത്. അത് തികച്ചും ഒരു അനീതിപരമായിട്ടാണ്. ഒരു നിമിഷം ഞാൻ തിരിച്ചു വരാം. ഒരു നിമിഷം അവിടെ തന്നെ നിർത്തിച്ചു. അഡ്വക്കേറ്റ് വി. സെബാസ്റ്റ്യൻ, ഈ വിചിത്രമായ ഈ 80:20 ഇത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു നിലയിലേക്ക് ഈ സ്കോളർഷിപ്പ് വിഭജനം മാറിയത്? വളരെ ചുരുക്കത്തിൽ ഒന്ന് പറയാമോ? ഇല്ല, അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് ഈ സർക്കാരിന്റെ ഭാഗമായിട്ട് വന്നതുമല്ല. കഴിഞ്ഞ സർക്കാരും ഇത് തന്നെയാണ് നടത്തിയത്. പ്രിയപ്പെട്ട ഷെറിൻ തന്നെ ഇത് ചോദിച്ചുകൊണ്ട് വിവരാവകാശ കമ്മീഷന് കത്തയക്കുകയുണ്ടായി. അതിന് കിട്ടിയ മറുപടിയായി ഞാൻ കണ്ടു, ഇതിനുവേണ്ടി യാതൊരുവിധ പഠനവും നടത്തിയിട്ടില്ല. പഠനവും നടത്താത്ത ഒരു കാര്യം എങ്ങനെ നടപ്പിലാക്കി എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പോവുകയാണ് നമ്മൾ. കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ ജനസംഖ്യാനുപാതികമായിട്ടാണോ? അല്ല. മറ്റേതെങ്കിലും ഒരു ക്രൈറ്റീരിയ ഇതിനുണ്ടോ? അതില്ല. പറയുന്നത് എന്താണ്? പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് മാത്രമേ ഉള്ളൂ. പാലോളി കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ തീരുമാനം ഉണ്ടായത്, അങ്ങനെയാണ് അല്ലെ മനസ്സിലാക്കേണ്ടത് എന്നൊരു ന്യായീകരണമാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ അറ്റ് ദ സെയിം ടൈം പറയുന്ന കാര്യം ഇതിനെക്കുറിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് നീതികേടാണ്, യാതൊരു സംശയവുമില്ല. ഇത് എതിർക്കപ്പെടേണ്ടതാണ്. മുഖ്യമന്ത്രിക്കും ഇക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നിപ്പോൾ ഞാൻ കരുതുകയാണ്. ശ്രീ അമൽ, നമ്മൾ പറഞ്ഞു വന്നത് ഈ 80:20 ആണ്. ആ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള തിരുത്തലാണ് ഈ ഒരു കമ്മീഷനിൽ നിന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
സത്യത്തിൽ ഇപ്പൊ ഒരു പിന്നോക്കാവസ്ഥ ക്രിസ്ത്യൻ പിന്നോക്കാവസ്ഥ പഠനത്തിന് വേണ്ടി നടത്തിയ കമ്മീഷനുമായിട്ടൊന്നും 80s-20 ഒരു ബന്ധവും പറയേണ്ട കാര്യമില്ല. ഓക്കെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലോളി കമ്മീഷൻ പ്രകാരമല്ല 80/20 വന്നിരിക്കുന്നത്. ഓക്കെ പാലോളി അതുമായിട്ട് ഒരു ബന്ധവുമില്ല. 80/20 അനുവാദത്തിന് പാലോളി കമ്മീഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനമാണ്. എങ്ങനെയാണ് വന്നതിനൊരു വഴി ഈ പാലോളി കമ്മീഷനകത്ത് ഉണ്ട് എന്ന് മാത്രമേ അതിനകത്ത് പറയാനുള്ളൂ. കാര്യം ആ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലോളി കമ്മീഷനകത്ത് ഒരു ശുപാർശ ഉണ്ടായിരുന്നു. മുസ്ലിം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യണമെന്നൊരു ശുപാർശ ഇതിനകത്തുണ്ടായിരുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കോളർഷിപ്പ് തുടങ്ങി. മുസ്ലിം ഗേൾസ് എഡ്യൂക്കേഷൻ ബാർ ഹോസ്റ്റൽ സ്റ്റൈഫൻ എന്ന് പറഞ്ഞ സ്കോളർഷിപ്പ്, ഒരു പർട്ടിക്കുലർ സ്കോളർഷിപ്പ് തുടങ്ങിയായിരുന്നു. അത് പിന്നോക്ക വകുപ്പിന്റെ ഒക്കെ ഭാഗമായിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. ആ ഒരു സ്കോളർഷിപ്പ് 2008 ഈ പാലോളിയൊക്കെ വരുന്നത്. അപ്പം ഈ അതിനുശേഷം ഈ 2009 മുതൽ ഈ സ്കോളർഷിപ്പ് ആരംഭിച്ചു. അതിന് മുൻകാല പ്രാബല്യം കൊടുത്തുകൊണ്ട് തന്നെ 2008 തൊട്ട് തന്നെ അത് കൊടുക്കാണ്ട് ഒരു തീരുമാനമായി. അങ്ങനെ 2008 തൊട്ട് തുടർന്ന് വന്ന ഒരു മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള സ്കോളർഷിപ്പിനകത്ത് ചില ജനപ്രതിനിധികൾ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ന്യൂനപക്ഷ വകുപ്പൊക്കെ വന്നു, ന്യൂനപക്ഷങ്ങൾക്കായിട്ട് പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ടി വന്നു. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് ചില ജനപ്രതിനിധികൾ പറഞ്ഞു ബാക്കിയുള്ള ന്യൂനപക്ഷങ്ങളെ പരിഗണിക്കണം എന്ന് പറഞ്ഞതിന്റെ പേരില് 20% ലത്തീൻ ക്രൈസ്തവർക്കും പരിവർത്തിത ക്രൈസ്തവർക്കുമായിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ലത്തീൻ ക്രൈസ്തവർക്കും പരിവർത്തിത ക്രൈസ്തവർക്കുമായിട്ട് 20% മാറ്റിവെച്ചതാണ് ശരിക്കും പറഞ്ഞാൽ 20-ന് ആധാരമായിട്ട് വരുന്ന കാര്യം. അപ്പം ഈ 2001 ഫെബ്രുവരിയിലാണ് ഈ ഓർഡർ വന്നിരിക്കുന്നത്. 2001 ഫെബ്രുവരിയില് പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ 2013 എത്തിയപ്പോൾ ഈ 20% ക്രിസ്ത്യൻ എന്ന ലെവലിലേക്കായി. അതായത് 80:20 എന്നുള്ളത് മുസ്ലിം ക്രിസ്ത്യൻ എന്ന ലെവലിലേക്ക് 2013 ഒരു ഓർഡർ വരികയുണ്ടായി. പിന്നീട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ 2015 ഈ 80:20 അനുവാദം 80% മുസ്ലിമിനും 20% അതർ മൈനോറിറ്റീസ് എന്ന രീതിയിലേക്ക്, മറ്റു മത ന്യൂനപക്ഷങ്ങൾ എന്ന രീതിയിലേക്ക് 2015 ഓർഡർ കാണുന്നു. അപ്പം ആ ഒരു രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അതായത് പാലോളി കമ്മീഷന്റെ അകത്തെ ശുപാർശകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന് ആധാരമല്ല അനുവാദം സൃഷ്ടിക്കാനായിട്ട്. ഒരു പർട്ടിക്കുലർ സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം ജനപ്രതിനിധികൾ അഗ്രപ്രായം വന്ന സാധനം പിന്നീട് കാലങ്ങൾ വന്നപ്പോൾ ഇതിന്റെ അകത്ത് അവര് തന്ത്രപൂർവ്വം അതിനകത്ത് മാറ്റങ്ങൾ വരുത്തുകയായിരുന്നു. അതിന് പ്രത്യേകമായിട്ടൊരു കാരണം പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള പ്രാതിനിധ്യം ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ്. ആ വകുപ്പിൽ ഒരു ക്രിസ്ത്യൻ പ്രാതിനിധ്യമോ ആ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പാക്കാണ്ടോ ഒരു ശ്രമവും നടത്തുന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ മുന്നിൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഉപവിഭാഗം, അതായത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കീഴിലെ ചില ഉപവിഭാഗങ്ങളുണ്ട്. അതിനകത്തൊന്നാണ് ന്യൂനപക്ഷ കമ്മീഷൻ. അതായത് ഒരു സിവിൽ കോടതി അധികാരമുള്ള ഒരു സംവിധാനമാണ് ന്യൂനപക്ഷ കമ്മീഷൻ. ഒരു സിവിൽ കോടതി അധികാരമുള്ള സംവിധാനമാണ്. ആ കമ്മീഷനകത്ത് 3 മെമ്പർമാരാണ്, ഒരു ചെയർമാനും പിന്നെ രണ്ട് മെമ്പർമാരാണ്. ഒരു ഭരണപ്രതിനിധിയാണ് പിന്നെ ഉള്ളത്. അപ്പൊ അങ്ങനെ 3 പേരാണ് ഉള്ളത്, ഒരു ചെയർമാൻ, ഒരു ഭരണപ്രതിനിധി, പിന്നെ ഒരു മെമ്പർ. അപ്പൊ ഈ ഒരു മെമ്പറിന്റെ ഈ എണ്ണത്തിൽ തന്നെയും അതിനകത്ത് ക്രിസ്ത്യൻ പ്രതിനിധി വരരുത് എന്നുള്ളൊരു താല്പര്യപ്രകാരം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയായ KT ജലീൽ നിയമസഭയിൽ പോയി പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് ചെയർമാൻ ഒരു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ മറ്റേ മെമ്പർ മറ്റൊരു വിഭാഗത്തിൽ നിന്നായിരിക്കണമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഇലക്ഷൻ ക്രൈറ്റീരിയ. അതിനകത്തെ ക്രൈറ്റീരിയ ആ ഒരു ക്രൈറ്റീരിയ മാറ്റിക്കൊണ്ട് ആ ഒരു അനദർ എന്ന ടേം ആക്കി മാറ്റി. അതായത് മറ്റൊരു എന്ന ടേം ഒരു വാക്കി മാറ്റിക്കൊണ്ട് ഒരു ക്രിസ്ത്യൻ പ്രതിനിധി പോലും അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷം ഒരിക്കലും ന്യൂനപക്ഷ കമ്മീഷന് വരരുത് എന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം സർക്കാർ തന്നെ. അതായത് ഈ പറയുന്ന ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞ കമ്മീഷൻ എല്ലാ മതവിഭാഗങ്ങളുടെയും ന്യായങ്ങൾക്കൊപ്പം അവരുടെ നീതിക്കൊപ്പം നിൽക്കേണ്ടതാണ്. അതിനെ ഒരു പ്രത്യേക മതവിഭാഗങ്ങളുടെ മാത്രം ഒരു കേന്ദ്രമാക്കി മാറ്റുന്ന തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് അമൽ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫാദർ ബെന്യാമിൻ, അങ്ങൊരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയല്ലേ? ശരിക്കും ഇത്തരം വിവേചനങ്ങളൊക്കെ ഒരു മനുഷ്യാവകാശ ലംഘനം കൂടിയല്ലേ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? ഇതിൻ്റെ അകത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സർക്കാരുകളും മാറി മാറി ഭരിച്ചപ്പോഴും സമുദായത്തിന്റെ വോട്ടുകൾ മേടിച്ച് നിയമസഭയിൽ ഇരിക്കുന്ന ജനപ്രതിനിധികളുണ്ട്. ഇതിനെതിരെ ജയിച്ചു പോയ ഒരു വ്യക്തി പോലും ഇതിനെതിർത്തുകൊണ്ട് സംസാരിക്കുന്നത് ഒരു ക്രൈസ്തവ സഭ ഇന്നുവരെ കണ്ടിട്ടില്ല. KT ജലീല് ഒരു ഓർഡിനൻസ് പാസ്സാക്കുമ്പം പോലും ഒരു സമുദായത്തെ മാത്രം അപ്പ് ചെയ്തുകൊണ്ട് വരാൻ വേണ്ടി മാത്രം ഒരു നിയമം ഇറക്കുമ്പോൾ അതിനെ എതിർക്കുവാൻ പോലും സമുദായത്തിന്റെ ബലത്തോടു കൂടി കയറി വന്നവർക്ക് പോലും സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമാണ്. മനുഷ്യാവകാശ ലംഘനമാണ്. പക്ഷേ ഇവിടെ എല്ലാം ലംഘിക്കപ്പെടുകയാണ്. ഒരു സമുദായത്തിനു വേണ്ടി മാത്രം എല്ലാം കൊടുക്കുകയും മറ്റു സമുദായങ്ങളെല്ലാം ഏതൊക്കെ രീതിയിൽ അടിച്ചമർത്താമോ ആ രീതികളിലെല്ലാം പിന്തള്ളപ്പെടുന്ന രീതിയിലേക്ക് പ്രവർത്തനം 2 വിഭാഗങ്ങളിൽ നിന്നും 2 പാർട്ടി ഭരിച്ച പാർട്ടികളിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എങ്കിൽ കാലാകാലങ്ങളിൽ
നമ്മളെ കുറ്റം പറഞ്ഞല്ലാതെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ന്യൂനപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ക്രൈസ്തവ സഭ ഇത്രയും ഒരു നീക്കം നടത്തിയത്. ഇതൊരു പക്ഷേ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇതിനൊരു മാറ്റം വരുമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന്റെ ആവശ്യകത ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ അമൽ സൂചിപ്പിച്ചു യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ. കാരണം പഠനം പൂർത്തീകരിച്ച് ഗവൺമെന്റ് സർവീസിൽ കയറുവാൻ ടെസ്റ്റ് പാസ്സായിട്ടും ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളിൽ നിന്നും പിന്തള്ളപ്പെട്ട ഒത്തിരിയും ചെറുപ്പക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തെ അത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഓർമ്മിപ്പിച്ചത്, ക്രൈസ്തവ സഭ ഒരു പഠനം, അതായത് സമുദായത്തെ പറ്റി നടത്തണമെന്നുള്ളത്. ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ ഞാൻ മനസ്സിലാക്കുന്നത് അടുത്ത നിയമസഭ ഇലക്ഷന് മുമ്പേ റിപ്പോർട്ട് വെക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുമാത്രം ഈ പഠനം വിജയിക്കും എന്നുള്ളത് അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പഠനം പൂർത്തീകരിക്കാൻ സാധ്യമല്ല. അവിടെ തന്നെ ലംഘനങ്ങളാണ് നടക്കുന്നത്. കൃത്യമായിട്ട് ഓരോ സമുദായത്തെ പറ്റി പഠിക്കുവാനും അവരുടെ പ്രതിനിധികളെയും യുവജനങ്ങളെയും ഒക്കെയും കൂട്ടി വിളിച്ചുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളെ ആരായാനും സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും നമ്മൾ പ്രതിസന്ധിയിലോട്ട് മാത്രമേ പോകത്തുള്ളൂ. ഈ ലംഘനങ്ങൾ ഉണ്ടാവുമ്പോൾ, ലംഘനങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതിനപ്പുറം ശബ്ദം ഉയർത്തുവാൻ ഇനിയും ന്യൂനപക്ഷ സമുദായത്തിലുള്ള ക്രൈസ്തവ സഭയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരു 10-20 വർഷം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനൊരു സമുദായം ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങൾ മാത്രം എഴുതേണ്ടതായിട്ട് വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുക. ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. വ്യക്തം. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഷെറി, ഇവിടെ ഫാദർ ബെന്യാമിന് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞത്. ഇത്രയധികം അവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ട് ഈ ക്രൈസ്തവരായ സംഘടനകൾ, എത്രയോ സംഘടനകളുണ്ട്, അവരൊക്കെ ഇത്രയും നാളും എന്തുകൊണ്ടാണ് ഈ അവകാശ ലംഘനങ്ങൾക്കെതിരെ ഒന്നും ശബ്ദിക്കാതിരുന്നത്? അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയല്ലേ അഡ്വക്കേറ്റ് ഷെറി? ഈ ക്രൈസ്തവ സംഘടനകൾ ശബ്ദിക്കാതിരുന്നിട്ടില്ല. സംഘടനകളുടെ പേരിലെടുത്ത ഒരു വിവരാവകാശത്തെ പറ്റിയാണ് സെബാസ്റ്റ്യൻ സാർ കുറച്ചു മുമ്പ് പറഞ്ഞത്. പിന്നെ ഫാദറും സൂചിപ്പിച്ച വിഷയത്തിൽ സംഘടനകൾ ശബ്ദിക്കുന്നത് കേൾക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പൊ അമൽ സൂചിപ്പിച്ചതും മറ്റുള്ളവർ സൂചിപ്പിച്ചതുമായ ഈ മൈനോറിറ്റി ആക്ടിലെ അമൻമെന്റ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഒരു ചർച്ചാ വേദികളിൽ പോലും ഈ വിഷയങ്ങളൊക്കെ വന്നിട്ട് അധികം നാളായില്ല. ഇത് എത്രയോ കാലമായിട്ട്, എത്രയോ വർഷങ്ങളായിട്ട് നടക്കുന്നതല്ലേ? അപ്പോൾ ഈ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇത് ചോദിച്ചിട്ടുണ്ടോ, ഇത് നടപ്പാക്കിയിട്ടുണ്ടോ എന്ന്? അമൻമെന്റ് വന്നത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു അമൻമെന്റ് വന്നപ്പോ ഒരു നിയമസഭയിലുള്ള എത്രയോ ആളുകളുണ്ട്, ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, എല്ലാവരും ഒരുമിച്ചല്ലേ അമൻമെന്റ് പാസ്സാക്കിയത്. അതെ, അങ്ങനെ പാസ്സാക്കിയതിന് ഇപ്പോ ഇവരൊക്കെ പറഞ്ഞതിന് മറ്റൊരു വശം കൂടിയുണ്ട്. നമുക്ക് അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ ആ കമ്മീഷനിലെ 3 അംഗങ്ങളെയും ക്രിസ്ത്യാനികളാക്കി മാറ്റാം. ഇവര് കൊണ്ടുവന്ന് ശരിക്കും ആ അമെന്റ്മെന്റിലൂടെ നടത്തിയത് ഇതിന്റെ ഉദ്ദേശം എടുത്തു കളയുകയോ ചെയ്തത്. ഈ മൈനോറിറ്റി കമ്മീഷൻ ആക്ടിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ 3 അംഗങ്ങൾ വരുന്നതില് 3 പേരും ഒരു സമുദായത്തിൽപ്പെട്ടവരാകരുത്. അതായിരുന്നു അതിന്റെ ഉദ്ദേശം. പക്ഷെ അത് തുരങ്കം വെക്കാൻ വേണ്ടി ആ മറ്റൊരു എന്നുള്ളത് എടുത്തു മാറ്റി ആവശ്യമെങ്കിൽ 3 പേരെയും വെക്കാമെന്നുള്ളതാക്കി. അപ്പൊ അതിനർത്ഥം ഇന്ന് അധികാരത്തിൽ പങ്കാളിത്തമുള്ള ഒരു പ്രത്യേക സമുദായം അത് ഉപയോഗിച്ചു. ഇപ്പൊ നാളെ ചിലപ്പോൾ ഒറ്റ നിമിഷം ഒരു ചോദ്യം. ഇതിനൊരു പ്രതിവിധി എന്താണ്? നിയമപരമായിട്ട് ഒരു അഭിഭാഷകനെ ചോദിക്കുകയാണ്. ഈ ഒരു എടുത്ത നിലപാടിന് ഒരു റീതിങ്കിങ്ങിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഏതൊരു നിയമവും ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒബ്ജക്ട്സ് ആൻഡ് റീസൺസ് ഉണ്ടാവും. ഈ കേരളത്തിലെ മൈനോറിറ്റി കമ്മീഷൻ ആക്ട് നടപ്പിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ് അതിൽ വരാൻ കാരണം നിലവിലുള്ള എല്ലാ മൈനോറിറ്റീസിനും പ്രാതിനിധ്യം ഉണ്ടാകണം, ഏതെങ്കിലും ഒരു മൈനോറിറ്റിയുടെ മാത്രം കൈവശം അതായി പോകരുത് എന്നതായിരുന്നു അതിന്റെ അർത്ഥം. പക്ഷെ ആ ഉദ്ദേശം അത് മാറ്റിമറിക്കുന്ന രീതിയിലാണ് ഇപ്പോഴുള്ള ഭേദഗതി വരുത്തിയത്. അതിന് നിശ്ചയമായും കോടതിയിൽ പോയി ആ അമെന്റ്മെന്റ് ചോദ്യം ചെയ്യാനുള്ള ചില നടപടികളൊക്കെ നടന്നു വരുന്നുണ്ട്. അത് ഒരു അന്തിമഘട്ടത്തിലായിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു നിയമനിർമ്മാണം അവിടെ നടന്നപ്പോൾ ഈ പറയുന്ന ആളുകളൊക്കെ, ഈ പറയുന്ന സമുദായങ്ങളുടെയൊക്കെ വോട്ട് വാങ്ങി അവിടെ പോയി ഇരുന്നവരൊക്കെ ഇത് കൈയടിക്കുന്ന നോക്കിയിരിക്കുന്ന കാഴ്ചയിലെ കണ്ടത്. അപ്പോൾ ഈ നേതാക്കളുടെ വീഴ്ച തന്നെയാണെന്നാണ് അല്ലെ അഡ്വക്കേറ്റ് ഷെറി പറയുന്നത്? ഈ അമെന്റ്മെന്റ് വന്ന അന്ന് തന്നെ ഞങ്ങളെ പോലുള്ളവർ ഇത് സോഷ്യൽ മീഡിയയിലൂടെയും വീഡിയോയിലൂടെയും ലേഖനങ്ങളുമായിട്ടൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഇതൊന്നും അവിടെ കൃത്യമായി അവതരിപ്പിക്കാൻ എത്രയോ MLA-മാരുണ്ട്. നമ്മുടെ ഈ വിഭാഗങ്ങളിൽ നിന്ന് എത്രയോ ആളുകളുണ്ട്. ഒന്നുകിൽ ഇവരാരും അത് പഠിക്കുന്നില്ല. നിയമസഭയിൽ ഒരു അമെന്റ്മെന്റ് നടക്കുമ്പോൾ അതവിടെ ചർച്ച ചെയ്യപ്പെടണം. ഇപ്പൊ സർക്കാർ തന്നെ ഈ കമ്മീഷനെ നിയോഗിച്ചത് ആത്മാർത്ഥതയോടെ ആയിരുന്നെങ്കിൽ
നമ്മൾ പലതവണ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വിഷയമാണ് നിങ്ങൾ ഈ അമെന്റ്മെന്റ് തിരുത്താൻ. അനാവശ്യമായി കൊണ്ടുവന്ന ഭേദഗതി തിരുത്തി അത് പഴയ സ്ഥിതിയിലാക്കിയാൽ മറ്റൊരു അംഗം അവിടെ ഒരു കമ്മീഷൻ മെമ്പറായിട്ട് വരും. ഇപ്പൊ 2 പേര് വന്നിരിക്കുന്നത് ഒരു പ്രത്യേക സമുദായത്തിൽ നിന്നാണ്. അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു കമ്മീഷൻ നിയോഗം തന്നെയാണെന്നാണ് ആ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പറയുന്ന കാര്യങ്ങളുണ്ട്, പക്ഷെ അത് ചെയ്യണം. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ 2011 നവംബർ മാസം 2001 നവംബർ മാസം ജസ്റ്റിസ് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലത്തീൻ കത്തോലിക്കർക്ക് 4370 തൊഴിൽ നഷ്ടവും ദളിത് ക്രൈസ്തവർക്ക് 2290 തൊഴിൽ നഷ്ടവും ഉണ്ടായിട്ടുണ്ടെന്ന്. അതൊന്നും ഇതുവരെ നികത്തിയിട്ടില്ല. അപ്പൊ കമ്മീഷനുകൾ വരും, അവർ റിപ്പോർട്ട് വെക്കും. അതൊക്കെ ശുപാർശ ഉള്ള രീതിയിലുള്ള മാത്രമേ അവർക്ക് അധികാരങ്ങളുള്ളൂ. അത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അഡ്വക്കേറ്റ് ഷെറിയുടെ പറഞ്ഞത്. അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ, നമ്മൾ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് കാണേണ്ടത്? ഇവിടെ അഡ്വക്കേറ്റ് ഷെറി പറഞ്ഞൊരു കാര്യം പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പല കമ്മീഷനുകൾ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കമ്മീഷനുകൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ട് എങ്ങനെയാണെന്നുള്ളത് ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ എത്രത്തോളം ഉണ്ട്? ഈ പറയുന്ന വോട്ട് വാങ്ങിപ്പോയ നേതാക്കന്മാരൊക്കെ എവിടെയാണ്? അവർ ഈ കാര്യത്തിൽ ഒരു സമ്മർദ്ദം പോലും ചെലുത്തുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ എവിടെയെങ്കിലും ഉയർത്തിക്കാട്ടുന്നതായിട്ടോ നമ്മൾ കാണുന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്, അഡ്വക്കേറ്റ് വി സി സെബാസ്റ്റ്യൻ? നിതിൻ, അതിന് ചില കാരണങ്ങളുണ്ട്. ഈ നേതാക്കന്മാരെ അടുത്ത് കാര്യങ്ങൾ വിശദീകരിക്കാനോ അവരെ നിയന്ത്രിക്കാനോ അവരെ പഠിപ്പിക്കുവാനോ ഏത് ക്രൈസ്തവ വിഭാഗമാണ് ഇതിനു മുമ്പ് ശ്രമിച്ചിട്ടുള്ളത്? സമുദായത്തിന്റെ ആൾക്കാരാണെന്ന് നമ്മൾ പറഞ്ഞ് അവരൊക്കെ MLA മാരും MP മാരും ആയി കഴിയുമ്പോൾ നമ്മളിത് പറയാറുണ്ട്, പറഞ്ഞ് അഭിമാനിക്കാറുണ്ട്. ഇതിലൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് മലങ്കരയാണോ, ലത്തീനാണോ, സീറോ മലബാറാണോ, യാക്കോബയാണോ, ഓർത്തഡോക്സ് ആണോ, പെന്തിക്കോസ്ത് ആണോ, ഈ ലൈനിൽ കൂടെ മാത്രം ഒതുങ്ങി നിന്നുള്ള പ്രവർത്തനങ്ങളല്ലേ നമ്മൾ നടത്തുന്നത്. മുസ്ലിം സമുദായങ്ങള് മറ്റിതര സമുദായങ്ങൾ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ പല പല ക്രൈസ്തവ വിഭാഗങ്ങള് അങ്ങനെ തമ്മിൽ അടിച്ചും അടിക്കാതെയും ഞങ്ങൾ ക്രൈസ്തവരാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതേ ഉള്ളൂ. ഒരുമിച്ച് നിന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുവാനും നേടിയെടുക്കുവാനും ഒരു ശ്രമം ക്രൈസ്തവ വിഭാഗത്തിന് എന്നുണ്ടാകുന്നവോ അന്ന് മാത്രമേ വിലപേശി സംസാരിക്കാനാകുകയുള്ളൂ. ശരി, അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ പറഞ്ഞു വന്നത് ഈ പറയുന്ന ഒരു വിവേചനത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അതിൽ സംഘടിതമായിട്ട് ഈ കാര്യങ്ങൾ വാങ്ങാനുള്ള ഐക്യമില്ലായ്മയാണ് താങ്കൾ പറഞ്ഞു വെച്ചത്. തുടരാം. ഐക്യത്തോടുകൂടി മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇനി രക്ഷപ്പെടുവാനുള്ള വാതിലുകൾ തുറന്നു കിട്ടുകയുള്ളൂ. അത് അൽമായ സംഘടനകൾ മാത്രമല്ല, പൊതുവായ വിഷയങ്ങളിൽ റീത്തുകളിലും പ്രാർത്ഥനാ രീതികളിലൊക്കെ വ്യത്യാസമുണ്ടാകാം. ക്രൈസ്തവ സമൂഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വരുന്ന പൊതുവായ വിഷയങ്ങളിൽ ഒരുമയും സ്വരുമയും എപ്പോൾ സംജാതമാകുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള നല്ല വഴികൾ തുറന്നു കിട്ടുകയുള്ളൂ. ഇതിലും വലിയ വലിയ വിഷയങ്ങൾ ഇനി അനധിവിദൂര ഭാവിയിൽ നമ്മൾ നേരിടാൻ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആദ്യമായിട്ട് ഇതുപോലുള്ള കാര്യങ്ങളിൽ വരുന്നത്, അച്ഛൻ പറഞ്ഞ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് ഓരോരുത്തരും പഠനം നടത്തണമെന്ന് പറഞ്ഞു. ഓരോ സഭാ വിഭാഗങ്ങളും ഇതിനോടകം പഠനം നടത്തി ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെങ്കിൽ കൂട്ടായ രീതിയിലുള്ള ഒരു പഠനവും അതുപോലെ തന്നെ പഠനരേഖകളുടെ സമർപ്പണവും തീർച്ചയായിട്ടും അടിയന്തരമായിട്ടും വേണം. അത് ഈ കമ്മീഷന് കൊടുക്കുകയും ചെയ്യണം. ഈ കമ്മീഷന്റെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒന്ന് ആവർത്തിക്കുകയാണ്. ഈ കമ്മീഷൻ വിപുലീകരിക്കേണ്ടതാണ്. വിവിധ തലങ്ങളുള്ളവരെ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ്. സർക്കാർ പെട്ടെന്ന് രൂപീകരിച്ചൊരു കമ്മീഷനാണെന്നുള്ളത് വസ്തുത ശരി തന്നെ. ഇതിന്റെ ഷെറി പറഞ്ഞതുപോലെ വിശദമായ ഉത്തരവ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ ഈ കമ്മീഷനിൽ വിപുലീകരണം ഉണ്ടാകണം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അംഗസഖ്യയും പ്രവർത്തനങ്ങളുമുള്ള സഭാ വിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ച് വളരെ വ്യക്തമായി പറയാം, സീറോ മലബാർ സഭയ്ക്ക് ഒരു പ്രാതിനിധ്യവും ഈ കമ്മീഷന് വരുന്നില്ല. പ്രധാനപ്പെട്ട ക്രൈസ്തവർ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങള്, 1 മധ്യ തിരുവിതാംകൂർ, 2 മലയോര പ്രദേശങ്ങള്, 3 തീരദേശം. ഈ 3 മേഖലകളിൽ പെടുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുവാനും പ്രതിപാദിക്കുവാനും പറ്റുന്ന ആളുകൾ, അംഗങ്ങൾ ഈ കമ്മീഷനിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. കമ്മീഷന്റെ എണ്ണം കൂട്ടുന്നതിൽ യാതൊരു അപാകതയുമില്ല.
അംഗങ്ങളുടെ. കാരണം പാലോളി കമ്മീഷൻ 11 അംഗങ്ങളുടേതാണ്, സച്ചാർ കമ്മീഷൻ 7 അംഗങ്ങളുടേതാണ്. അതുകൊണ്ട് ഒരു റിട്ടയർ IAS ഓഫീസറും റിട്ടയർ IFS ഓഫീസർ IPS ഓഫീസറും ഒരു ജഡ്ജിയും മാത്രം അടങ്ങുന്നവരുടെ പഠനത്തിന്റെ പരിധിക്കുള്ളിൽ നിൽക്കേണ്ട വിഷയമല്ലിത്. സമുദായത്തോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കമ്മീഷന്റെ വിപുലീകരണം അടിയന്തരമായിട്ടുണ്ടാകണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് നമുക്ക് വിപുലമായി സംസാരിക്കേണ്ട വിഷയമാണ്. പ്രധാനമായിട്ടും കായലോരങ്ങളുടെയും തീരദേശങ്ങളുടെയും കാര്യങ്ങൾ പ്രിയപ്പെട്ട ഷെറി സൂചിപ്പിക്കുകയുണ്ടായി. അതുപോലെ തന്നെയും അതിലേറെയും ഒരുപക്ഷെ, കാരണം അംഗസംഖ്യകൾ കൂടുന്നതനുസരിച്ചുകൊണ്ട് കേരളത്തിലെ 61 ലക്ഷം ക്രൈസ്തവരില് ഏതാണ്ട് 29 ലക്ഷത്തോളം വരുന്നത് സിറോ മലബാർ സഭാംഗങ്ങളാണ്. ഞാൻ പറയുന്നത് സർക്കാരിന്റെ ഔദ്യോഗികമായ 2011 സെൻസസ് പ്രകാരമാണ്. അവര് 90% മധ്യ തിരുവിതാംകൂറിലും മലയോര പ്രദേശങ്ങളിലുമാണ് വസിക്കുന്നത്. ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാരുടെ ഇപ്പോഴത്തെ സാഹചര്യം, ബുദ്ധിമുട്ട്, പ്രയാസം, ഇതെല്ലാം അനലൈസ് ചെയ്യാനും അതിനൊരു പരിഹാരം കാണുവാനുള്ള സംവിധാനം ഈ കമ്മീഷൻ വഴി ഉണ്ടാകണം. പിന്നോക്കാവസ്ഥ എന്തൊക്കെയാണ്, ഏതൊക്കെ ലൈനിലുള്ള പിന്നോക്കാവസ്ഥ, അതിനെക്കുറിച്ച് നല്ലൊരു ഡെഫിനിഷൻ ഈ ഉത്തരവുകളിൽ ഉണ്ടാകണം. ഇവിടെ വിദ്യാഭ്യാസം, സാമ്പത്തികം, ക്ഷേമം, ഈ 3 കാര്യങ്ങൾ മാത്രമാണ് ഈ ഉത്തരവിൽ ഇറക്കിയിരിക്കുന്നത്. അത് ന്യൂനപക്ഷ വകുപ്പിന്റെ ഉത്തരവല്ല, ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കമ്മീഷൻ രൂപീകരണവും അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് ഇത് ന്യൂനപക്ഷ കമ്മീഷന്റെ ഉത്തരവല്ലെന്നാണ് അങ്ങ് പറയുന്നത്. ഇത് ആഭ്യന്തര വകുപ്പാണ് എന്ന അതിന്റെ അർത്ഥം മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യമെടുത്ത് അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെ ഇറക്കിയിരിക്കുന്ന ഉത്തരവെന്നാണ് ഈ ഉത്തരവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ, സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പഠിച്ച് സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉത്തരവിന്റെ തുടക്കം തന്നെ. അതെന്താണേലും സർക്കാരിന്റെ ഉത്തരവാണ്. നമ്മൾ അതിനെ ആ വിലയ്ക്ക് തന്നെ എടുക്കണം. നമ്മളിവിടെ കാണേണ്ട വിഷയങ്ങള്, പിന്നോക്കാവസ്ഥയുടെ തലങ്ങള്, അതേക്കുറിച്ചാണ് നമ്മൾ ഇനി അല്പസമയം ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടത്. പ്രിയപ്പെട്ട അമ്മനെ സൂചിപ്പിച്ചതുപോലെ വളർച്ചാ നിരക്കൊരു വലിയ പ്രശ്നമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ നിതിൻ, തളർച്ചയിലേക്ക് വരുന്നവർക്കാണോ വളർച്ചാ നിരക്ക് കൂടുന്നവർക്കാണോ ഇതുപോലെയുള്ള ക്ഷേമ പദ്ധതികൾ വേണ്ടത്? ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ 4 ലക്ഷം അംഗങ്ങൾ ഉള്ളതായിരുന്നു പാഴ്സി സമൂഹം. അതിന്ന് 50,000 താഴെ വന്നിരിക്കുകയാണ് കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ. അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ നിയോ പാഴ്സി എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്നത്. വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹം എന്തുകൊണ്ടാണ് ആ അവസ്ഥയിലേക്ക് വന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനമാണ് വേണ്ടത്. ആ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ഉയർത്തുവാനുള്ള കർമ്മ പദ്ധതികളും ക്ഷേമ പദ്ധതികളുമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. അപ്പൊ വളർച്ചാ നിരക്ക് കൂടി. 2001 സെൻസസിൽ 78 ലക്ഷം ഉണ്ടായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി 2011 സെൻസസിൽ 88 ലക്ഷമായിട്ട് അംഗസംഖ്യ വർദ്ധിച്ചിരിക്കുന്നു എങ്കിൽ അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഭദ്രതയായി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. 2009 പാലോളി കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പ്രകാരമാണെന്നുള്ള വ്യാഖ്യാനത്തിൽ ഇറക്കുന്ന ക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി 2019 കഴിഞ്ഞിരിക്കുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ, വളർന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുവാൻ എന്താ സർക്കാർ തയ്യാറാകാത്തത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങള്, ന്യൂനക്ഷേമ പദ്ധതികളുടെ പേരിലും മറ്റു രീതിയിലുമൊക്കെ ഈ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങള് എന്തുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല? അത് അനലൈസ് ചെയ്യുമ്പോഴാണ് ക്രൈസ്തവ സമൂഹം അനുഭവിക്കുന്ന പിന്നോക്കാവസ്ഥയുടെ വളരെ ശോചനീയാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത്. മലയോര മേഖല വളരെ വ്യക്തമായിട്ട് പറയട്ടെ, വലിയ ബുദ്ധിമുട്ടിലാണ് ഇന്ന്. കാർഷിക മേഖലയുടെ തകർച്ച ആകമാനം ആ മേഖലയെ ബാധിച്ചിരിക്കുകയാണ്. കുട്ടികൾ പഠിക്കുവാനുള്ള അവസരങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നു. പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മലയോര മേഖലയിലെ കുഞ്ഞുങ്ങൾക്ക് പോകാൻ ഇന്ന് സാധിക്കുന്നില്ല. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്,
സാമ്പത്തിക തകർച്ച, കാർഷിക മേഖലയുടെ തകർച്ചയുടെ ഭാഗമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമൂഹം. കുടുംബങ്ങൾ പോലും അന്യം നിന്നു പോകുന്ന സാഹചര്യമാണുള്ളത്. കുട്ടികളുടെ എണ്ണം കുറയുന്നു. ഇതുകൊണ്ട് എങ്ങനെ ക്ഷേമം വഹിക്കും എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇതുപോലെയുള്ള വിഷയങ്ങൾ വളരെ ഗൗരവമായിട്ട് ഇതുപോലുള്ള കമ്മീഷനുകൾ ടേക്കപ്പ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ പഠനം കൊണ്ട്, പിന്നോക്കാവസ്ഥയെക്കുറിച്ചുള്ള പഠനം കൊണ്ടുള്ള നേട്ടമുണ്ടാകുകയുള്ളൂ. വ്യക്തമാണ്. ഭൂമിശാസ്ത്രമായ അതായത് ഡോക്ടർ വിശ്വഭാഷൻ പറയുന്നത് വെല്ലുവിളികളുണ്ട്. ഈ ഒരു കമ്മീഷൻ വളരെ ആഴത്തിൽ പഠിച്ചിട്ട് കൃത്യമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ശ്രീ അമൽ ശ്രീയേക്ക്, നമ്മൾ അങ്ങ് ഈ വിഷയത്തെ കാണുമ്പോൾ നമ്മൾ ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് ഇവിടെ വരുന്നു, ഒരുപക്ഷെ നല്ലൊരു റിപ്പോർട്ട് ഉണ്ടായേക്കാം. ഈ റിപ്പോർട്ടിൽ ഏതൊക്കെ ആനുകൂല്യങ്ങളാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് ലഭിക്കേണ്ടത് എന്നാണ് താങ്കൾ കരുതുന്നത്? ഒരു പ്രത്യേക ആനുകൂല്യം എന്നുപരി ഒരു മൊത്തത്തിൽ, അതായത് ഇപ്പം ഒരു സ്കീം ഇവിടെ പ്രൊവൈഡ് ചെയ്യുമ്പം ആ ഓരോ സ്കീമിലും നമ്മളൊരു ക്രിസ്ത്യനെ എന്തെങ്കിലും തരുന്ന രീതിയിൽ വേണം ഇത് തരാനായിട്ട്. അതായത് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം വിദ്യാഭ്യാസപരമായിട്ട് ഒരു ആനുകൂല്യം തരുവാണെങ്കിൽ അതിനകത്ത് കൃത്യമായ രീതിയിൽ ക്രിസ്ത്യാനികൾക്കായിട്ട് ഒരു കൃത്യ ഫണ്ടോ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ക്രിസ്ത്യൻ ഉന്നമനം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളോ ഘടകങ്ങളോ അതിനകത്ത് ചേർക്കേണ്ടതായിട്ടുണ്ട്. അത് ഓരോ മേഖലയിലും, എല്ലാ മേഖലയിലും അത് വരണമെന്ന് തന്നെയാണ്. അല്ലാതെ ഒരു പ്രത്യേക തലത്തിൽ മാത്രം അത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പം തലം മാറാം. നാളെ സ്വാഭാവികമായിട്ടും ഓരോ വർഷം അനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളെല്ലാം പഠനം നടത്താൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത 10-20 വർഷത്തിന് ശേഷമായിരിക്കും ഇനി അടുത്തൊരു പഠനം വരിക, അല്ലെങ്കിൽ ചിലപ്പം വരണമൊന്നും ഇല്ല. അപ്പം ഒരു കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യാനല്ല, എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിന്റെ അകത്തെല്ലാം കൃത്യമായ രീതിയിൽ ക്രിസ്ത്യൻ പിന്നാക്കാവസ്ഥ നേരിടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ഒരു സ്കീം അല്ലെങ്കിൽ ഫണ്ട് ഇവിടെ സർക്കാർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിനകത്തെല്ലാം ഒരു പങ്കാളിത്തം, ഒരു ബെനിഫിറ്റ് ഈ കൃഷി സമൂഹത്തിന് തരണമെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു കമ്മീഷൻ വന്നു അല്ലെ, കമ്മീഷൻ വന്ന് ഇനി പഠനം നടക്കും. ഇവിടെ കഴിഞ്ഞ വർഷം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ക്രിസ്ത്യൻ സാമൂഹ്യ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയെ സംബന്ധിച്ച് ഒരു സിറ്റിംഗ് നടത്തിയായിരുന്നു. കാര്യം സിറ്റിംഗ് നടത്തിയപ്പോൾ ഇവിടെ ആൾക്കാർക്ക് എത്തപ്പെടാനായിട്ടുള്ള ഒരു മാർഗം തന്നെ അവർ ക്രിയേറ്റ് ചെയ്തില്ല. അതായത് അവര് സിറ്റിംഗ് ഓരോ ജില്ലയിലും വിളിച്ച് കളക്ടറേറ്റ് വിളിക്കുന്നതിന് ചിലപ്പോൾ തൊട്ട് തലേദിവസമായിരിക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ ഒരാഴ്ചയ്ക്ക് മേലിലോട്ട് അവർ കൊടുത്തേ ഇല്ല. ഒരാഴ്ചക്കുള്ളിലൊക്കെയാണ് ഇൻഫർമേഷൻ വരുന്നത്. അപ്പൊ അങ്ങനെ ഇൻഫർമേഷൻ വരുമ്പോൾ ജസ്റ്റ് അവിടെ പോയി പറയാമെന്നുള്ളൊരു വേദി മാത്രമേ അവർ തന്നുള്ളായിരുന്നു. എങ്കിൽ തന്നെയും ഇവിടെ കേരളത്തിലെ 9 ജില്ലകളിലായിട്ട് നടന്ന ഈ സിറ്റിംഗിന്റെ അകത്ത് കൃത്യമായ രീതിയിൽ ധാരാളം ക്രിസ്ത്യൻ പ്രതിനിധികളും ക്രിസ്ത്യൻ സംഘടനകളും സഭകളും രൂപതകളും ഒക്കെ അവരുടെ പിന്നാക്കാവസ്ഥ രേഖകൾ കൊടുത്താണ്. അതൊക്കെ വ്യക്തമാണ്. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. ഏതൊക്കെ മേഖലയിൽ താങ്കൾ ഒരു നിലപാട്, അല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ താങ്കൾ പ്രതീക്ഷ വെക്കുന്നുണ്ട് എന്നതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മേഖല പറയുവാണെങ്കിൽ ഇപ്പം വിദ്യാഭ്യാസ മേഖല ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 80:20 എന്നുള്ള വിഷയം പറഞ്ഞു കഴിഞ്ഞു. ഇതല്ലാതെ വേറെ ഏതെങ്കിലും വിഷയങ്ങളുണ്ടോ? തീർച്ചയായിട്ടും സാറേ, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് കേരളത്തിലെ ക്രൈസ്തവ മേഖല പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ചില മേഖല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലാറ്റിൻ സമൂഹങ്ങളിൽ കൂടുതലായിട്ടും തീരദേശത്തുള്ളവരാണ്. അപ്പൊ തീരദേശ ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ ആ സമൂഹത്തെ ബാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കുടിയേറ്റ മേഖലയിലും കുട്ടനാടൻ മേഖലയിലുമാണ് സുറിയാനി ക്രൈസ്തവർ പോലുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ വിഭാഗം എന്ന് പറയുന്ന സുറിയാനി ക്രൈസ്തവ അല്ലെങ്കിൽ സുറിയാനി ക്രൈസ്തവ, എതിരെ തന്നെ സീറോ മലബാറുകാര് കുടിയേറ്റ മേഖലയിലും കുട്ടനാടൻ മേഖലയിലുമാണ് അധിവസിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കർഷക തരത്തിലുള്ള കാര്യങ്ങൾക്കും എല്ലാം അതിനകത്ത് പ്രാതിനിധ്യം കൊടുക്കാനായിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ സ്വാഭാവികമായിട്ടും കൊടുക്കണം. ബാക്കിയുള്ള എല്ലാം, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലകളിലും കൊടുക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ക്രിസ്ത്യാനികൾക്ക് ഒരു പങ്ക് കൊടുക്കുന്ന രീതിയിലേക്ക് വരണം. സാറേ, ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ, ഇവിടെ ന്യൂനപക്ഷ കമ്മീഷൻ ഈ സിറ്റിംഗ് നടത്തിയെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ സിറ്റിംഗ് നടത്തിയിട്ട് 1 വർഷത്തിന് ശേഷവും ആ റിപ്പോർട്ട് സർക്കാരിലേക്ക് അവര് കൃത്യമായി എത്തിച്ചിട്ടില്ല. അതായത് ഒരു സംശയമല്ല, അതായത് ഈ ന്യൂനപക്ഷ കമ്മീഷൻ ഇങ്ങനെ സിറ്റിംഗ് നടത്താറുണ്ട്. ഈ വിഷയങ്ങളൊക്കെയാണോ അവർ ചർച്ച ചെയ്യുന്നത്? ഈ പറയുന്ന പൊതുവിഷയങ്ങളാണോ അവർ അതിൽ ചർച്ചയ്ക്ക് വെക്കുക? അങ്ങനെയാണോ? ക്രിസ്ത്യൻ സാമ്പത്തിക പറയൂ വിശ്വഭാസൻ. ന്യൂനപക്ഷ കമ്മീഷന് അതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ വ്യത്യസ്തമാണ്. അതിനൊരു സിറ്റിംഗ് നടത്തി അഭിപ്രായങ്ങൾ രൂപീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള പ്രൊവിഷൻ ഇല്ല. അതിന് പറയാവുന്നത് ന്യൂനപക്ഷങ്ങളുടെ ഇതിനെക്കുറിച്ച് ഉള്ള ഒരു പഠന റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് ഒരു അപേക്ഷ കൊടുക്കാനുള്ള പ്രൊവിഷൻ മാത്രമേ ഉള്ളൂ. കമ്മീഷന്റെ എൻറ്റിറ്റി വ്യത്യാസമുണ്ട്. 2 രീതിയിലാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പും ന്യൂനപക്ഷ കമ്മീഷനും അത് 2 ലൈനുകളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പിന്നെ അമല് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത്
ഞാനൊരു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കട്ടെ. ഈ വിദ്യാഭ്യാസ വിഷയങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹിക പ്രശ്നമുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ അംഗസംഖ്യ കുറയുന്നു എന്ന് നമ്മൾ പറയുന്നു. അതിന് പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. ഇനി കുറഞ്ഞിരിക്കുന്ന അംഗസംഖ്യയിൽ നിന്ന് തന്നെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, തൊഴിൽ കിട്ടാതെ ആൾക്കാർ പ്രവാസികളായിട്ട് മാറിപ്പോവുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് മലയോര മേഖല അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. രണ്ടാമത്, ഭൂപ്രശ്നങ്ങൾ, വന്യമൃഗ ശല്യം. ഇപ്പോൾ അടുത്ത നാളിൽ നമ്മുടെ ഷെക്കേന TV ചർച്ച ചെയ്തപോലെ എക്കോ സെൻസിറ്റീവ് സോണിന്റെ വിഷയങ്ങൾ വിഷയങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സമൂഹമാണ് മലയോര മേഖലകളിലുള്ളത്. പ്രവാസികളായിട്ട് വിധിക്കപ്പെട്ട് കുറച്ചുപേർ അങ്ങ് മാറിക്കഴിയുമ്പോൾ അതിനും വലിയൊരു സാമൂഹിക പ്രശ്നം ഇവിടെ അഭിമുഖീകരിക്കുകയാണ്. അപ്പനും അമ്മയും മാത്രമുള്ള കുടുംബങ്ങള്, പ്രായമുള്ള അപ്പനെയും അമ്മയും നോക്കാൻ ആളില്ലാത്ത അവസ്ഥ, വലിയൊരു സാമൂഹിക പ്രതിസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തൊഴിലില്ലായ്മ ഒരു വശം, തൊഴിലില്ലാത്തതിന്റെ പേരിൽ മദ്യപാനവും ഏകാന്തത അത് വേറൊരു വശം. അതിനേക്കാൾ ഉപരിയായിട്ട് തൊഴിലില്ലാത്ത ആളുകൾ അഭിമുഖീകരിക്കുന്ന വിവാഹാലോചന പ്രശ്നങ്ങള്, വിവാഹം കഴിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങള്, ഇങ്ങനെ ഒരു മേഖലയിൽ ഒന്നാകെ വലിയ ഒരു സാമൂഹിക പ്രശ്നമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഷെറി, ഈ ചർച്ചയിൽ നമ്മളൊരു അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രധാനമായിട്ടും കേരളത്തിലെ തീരദേശ ജനത അല്ലെങ്കിൽ കേരളത്തിലെ ലത്തീൻ സമൂഹം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണേണ്ട അല്ലെങ്കിൽ ഇടപെടൽ ഉണ്ടാകേണ്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഈ കമ്മീഷന്റെ ഇടപെടൽ കൊണ്ട് ഏതൊക്കെ മേഖലയിൽ ഒരു മാറ്റങ്ങളാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നമുക്ക് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനൊപ്പം ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ക്രൈസ്തവ സഭകളുടെയും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനം ആവശ്യമാണ്. കാരണം ഒരുമിച്ച് നിന്ന് ഡാറ്റ കൊടുക്കാൻ നമുക്കാകണം. അതിന് പ്രത്യേകമായും ഞങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിദ്യാഭ്യാസവും തൊഴിലും പറഞ്ഞു. ഈ തൊഴിലിനെ സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗങ്ങളിലെ പങ്കാളിത്തം, ഈ ക്ലാസ് 3, ക്ലാസ് 4 ജോലികളിലല്ലാതെ ഉയർന്ന എത്ര തസ്തികകളിലേക്ക് ബന്ധപ്പെട്ട ഓരോ വിഭാഗങ്ങൾക്കും പങ്കാളിത്തം ഉണ്ടെന്ന് കൃത്യമായ പഠനം നടത്തണം. പിന്നെ ജലലഭ്യത പോലുള്ള കാര്യങ്ങൾ, കുടിക്കാൻ വെള്ളമില്ലാത്ത തീരപ്രദേശം പോലുള്ള വിഷയങ്ങൾ, അത്തരം കാര്യങ്ങളുണ്ട്. അതുപോലെ വാസസ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത എത്ര ശതമാനം ആളുകൾ ഈ വിഭാഗങ്ങളിലേക്ക് ഉണ്ട് എന്നത് സംബന്ധിച്ച പഠനം. പിന്നെ ഒരു പ്രധാനപ്പെട്ടതാണ് ഈ അധികാരത്തിൽ പങ്കാളിത്തം എന്നതിന്റെ ഭാഗമായി ഈ സർക്കാരിന്റെ തന്നെ ബോർഡുകൾ, കോർപ്പറേഷനുകൾ, അങ്ങനെയൊക്കെയുള്ള നിയമനങ്ങളുണ്ട്. അത്തരം മേഖലകളിലൊക്കെ എത്ര ആളുകൾ ഈ പറയുന്നതിൽ നിന്നെല്ലാം പങ്കാളിത്തമുണ്ട് എന്നുള്ള ഒരു പഠനം കൂടി നടത്താനും രേഖകൾ സമർപ്പിക്കാനും നമ്മൾ തയ്യാറാണ്. അത് ഇവര് സർക്കാരിലേക്ക് സമർപ്പിക്കണം. അതുപോലെ തന്നെ ഈ തൊഴിൽ, വിദ്യാഭ്യാസ മേഖലകളിലുള്ള മറ്റു ബാധിക്കുന്ന പല വിഷയങ്ങൾ, ഇപ്പൊ സംവരണം നമുക്കൊരു ചർച്ചയല്ലെങ്കിലും 1% സംവരണമുള്ള വിഷയങ്ങളൊക്കെ ഉയർത്താവുന്ന അങ്ങനെയുള്ള വിഷയങ്ങൾ, അതുപോലെ അത്തരം മേഖലകളെ പറ്റി പ്രത്യേകം എടുത്തു പറയുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് വേണമെങ്കിൽ സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. പക്ഷെ ഇത്തരം റിപ്പോർട്ടുകൾ സ്വീകരിക്കണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ മുന്നിലുള്ളത് ഇപ്പൊ ജസ്റ്റിസ് ശശിധരൻ നായർ റിപ്പോർട്ട് സർക്കാർ സ്വീകരിച്ചു. കാരണം അതിൽ അധികാരത്തിൽ പങ്കാളിത്തമുള്ള ആളുകൾ ആ റിപ്പോർട്ടിന്റെ പുറകിലുള്ളത് കൊണ്ട്. അതുപോലെ ഇവിടെയും റിപ്പോർട്ട് വരുമ്പോൾ ആ റിപ്പോർട്ട് വസ്തുനിഷ്ഠപരമാണെങ്കിൽ, ആ റിപ്പോർട്ടിലെ കാര്യങ്ങൾ പഠനങ്ങൾ നടത്തി പുറത്തു വരുന്ന റിപ്പോർട്ടാണെങ്കിൽ അതിൽ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാകണം. ഇത്തരം റിപ്പോർട്ടുകൾ നടപടികളില്ലാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോവുകയും ചില റിപ്പോർട്ടുകൾ വേഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ആ ഇരട്ടത്താപ്പിന് എന്താണ് പ്രതിവിധി? ഇരട്ടത്താപ്പിന് പ്രതിനിധി രാഷ്ട്രീയപരമായി അധികാരത്തിൽ പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള നിലപാടുകൾ ഉണ്ടാകണം. അതായത് മൈനോറിറ്റി കമ്മീഷൻ അമെൻമെന്റ് ആക്ട് അമെൻഡ് ചെയ്ത വിഷയം ഏതെങ്കിലും ഒരാൾ നിയമസഭയിൽ അതൊരു ചോദ്യമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടോ? അതുണ്ടായില്ലല്ലോ. അപ്പൊ അതിനർത്ഥം അവർക്ക് ഇതൊക്കെ അത്രേ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ ഏത് വിഭാഗത്തിന്റെ ആൾക്കാരാണോ അവിടെ ചെല്ലും, അതിന്റെ സേവനമൊക്കെ ആവശ്യപ്പെടും. അത് കഴിയുമ്പോൾ ഒരു സെക്യുലർ മുഖത്തിലേക്കാണ് അവർ പോകുന്നത്. പക്ഷെ ആ സെക്യുലർ മുഖം സ്വന്തം ആളുകളുടെ താല്പര്യങ്ങൾ ബലികഴിക്കുന്ന തരത്തിലാകരുത്. അത് ആകാതിരിക്കണമെങ്കിൽ അധികാരത്തിൽ പങ്കാളിത്തം ഉള്ള ഇതിന് സമാനമായി ചിന്തിക്കുന്ന ആളുകൾ അവിടെ ഉണ്ടാകണം. ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു, ഇപ്പൊ KCYM പോലുള്ള പ്രസ്ഥാനങ്ങളിലെല്ലാം ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന അല്ലെങ്കിൽ സഭയോടൊപ്പം നിൽക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ അധികാരത്തിൽ പങ്കാളിത്തത്തിലേക്ക് വരണം. അപ്പോഴേ ഇതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. അതായത് അധികാരത്തിലുള്ള പങ്കാളിത്തമാണ് ഇവിടെ ഈ വിഷയങ്ങളിലൊക്കെ ഒരു പ്രതിവിധി എന്നാണ് അഡ്വക്കേറ്റ് ഷെറി ഇവിടെ പറയുന്നത്. അല്ലാതെ റിപ്പോർട്ടുകൾ വന്നതുകൊണ്ട് പ്രയോജനമില്ല. റിപ്പോർട്ട് നടപ്പിലാക്കണമെങ്കിൽ അധികാരം വേണം. തീർച്ചയായും. ഫാദർ ബെന്യാമിൻ, ഇത്തരത്തിലുള്ള ഒരു അധികാര സംവിധാനങ്ങൾ അല്ലെങ്കിൽ നേതാക്കന്മാർ ഈ സമൂഹത്തിൽ ഇല്ലാതിരിക്കുന്നതിൽ
ഈ സഭയിൽ നമ്മുടെ ഒരു 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 സംവിധാനത്തിന്റെ കൂടി വീഴ്ചയല്ലേ ഫാദർ ബെന്യാമിൻ? സമുദായത്തിന്റെ വോട്ട് ആവശ്യപ്പെട്ട് വരുന്ന ആരാണോ അവരെ ഉപയോഗിക്കാൻ സമുദായത്തിന്റെ നേതൃത്വത്തിന് പറ്റണം. കാരണം ജയിപ്പിച്ചു വിടുന്നതിനപ്പുറം തങ്ങളായിരിക്കുന്ന സമുദായത്തിന് ഇവരെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് പഠിക്കുകയും അവരത് വേണ്ട രീതിയിൽ ഇടപെടാതിരിക്കുമ്പോൾ അവരെ വിളിച്ച് അതിന്റെ കാര്യങ്ങൾ ചോദിക്കുകയും പറയാനുള്ള ഉത്തരവാദിത്വം സമുദായത്തിന്റെ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായാലേ പറ്റുള്ളൂ. ഇവിടെ അമലിനോട് ചോദിച്ച ഒരു ചോദ്യത്തിന്റെ കുറച്ച് ഭാഗം ഞാനും കൂടെ പൂർത്തീകരിക്കാനുണ്ട്. അതായത് എന്താണ് കമ്മീഷനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു പഠനം നടത്തി എന്താണ് പൂർത്തീകരിക്കേണ്ടത്? ഇന്ന് സംസ്ഥാന ഗവൺമെന്റില് ഏറ്റവും കൂടുതൽ പല രീതിയിൽ ആക്ഷേപങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രൈസ്തവ സമൂഹം. പല രീതിയിൽ ട്രോളുകളായിട്ടാണെങ്കിലും പല രീതിയിലുള്ള മാധ്യമങ്ങൾ വഴിയുള്ള ആക്ഷേപങ്ങളാണെങ്കിലും ഒക്കെ മറ്റൊരു സമുദായത്തിനെയും ഇങ്ങനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ പോകുമ്പോൾ അറിയാം അതിന്റെ നിയമം എങ്ങനെയായിരിക്കുമെന്നും എപ്രകാരമാണ് ആ സമുദായത്തിലെ അംഗങ്ങൾ ഇടപെടുന്നത് എന്നുള്ളതും. അപ്പോൾ കമ്മീഷൻ ഒരു പഠനം നടത്തുമ്പോൾ ക്രൈസ്തവ സഭയെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള മാധ്യമങ്ങള് ഇടപെടുന്ന രീതികൾ അതിനൊരു നിയന്ത്രണം വരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ളതിനെ അവഹേളിക്കുന്ന രീതികൾക്ക് മാറ്റം വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പുതുതലമുറ ഇതൊക്കെയും നോക്കിക്കാണുകയും പല മിസ്ഗൈഡൻസ് അതിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ഇതെല്ലാം പഠനത്തിന്റെ ഭാഗമായിട്ട് വരികയും ഇതിനെല്ലാം കൃത്യമായിട്ടൊരു നിയമം ഉണ്ടാവുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസവും ആരോഗ്യപരവും ഒക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇടപെടുന്നതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മലയോര മേഖലകളിലെ കർഷകർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്താണ് ചിറ്റാർ പ്രദേശത്ത് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരായിട്ട് ഉപദ്രവിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ടത്. പൊന്നു പി പി മത്തായി. ക്രൈസ്തവ സഭ ഒന്നടങ്കം അവിടെ നിന്നപ്പോൾ ആ കേസിനുണ്ടായ മാറ്റം നമുക്ക് മനസ്സിലായി. പക്ഷേ ആ ചെയ്ത കുടുംബത്തിന്റെ അവസ്ഥ ഇന്ന് ഗവൺമെന്റ് തിരിഞ്ഞുപോലും നോക്കിയില്ല. ഭരിക്കുന്ന ഒരു പാർട്ടികളും അതിൻ്റെ അകത്തേക്ക് വന്നിടപെടുകയോ അവർക്ക് വേണ്ട സഹായം കൊടുക്കാനോ തയ്യാറായിട്ടില്ല. ഇങ്ങനെയുള്ള ക്രൂരതകൾ ഉണ്ടാകുമ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു സെക്യൂരിറ്റി സിസ്റ്റവും ഈ കമ്മീഷന്റെ പഠനത്തിൽ നിന്ന് ഉണ്ടായാലേ പറ്റുള്ളൂ. സെബാസ്റ്റ്യൻ സാർ ഇവിടെ സൂചിപ്പിച്ചു, കൂടുതൽ ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നു, അതുകൊണ്ട് നമ്മുടെ പല പ്രതിസന്ധികളിലേക്ക് നേരിടുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് വിദേശത്ത് പോയി പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഗവൺമെന്റ് എല്ലാ ജില്ലകളിലും കോച്ചിങ് സെന്റേഴ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര കോച്ചിങ് സെന്റേഴ്സ് ക്രൈസ്തവ സമുദായത്തിന് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രൈസ്തവ യുവാക്കന്മാര് അവിടെ പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്? അതിനെപ്പറ്റി കൃത്യമായിട്ട് പഠിക്കുകയും അതായത് ജില്ലകളിൽ ക്രൈസ്തവ സമുദായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കും കൂടെ പഠനത്തിൽ മികവ് പുലർത്തുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ ഫാദർ, ഒരു ചോദ്യം നമ്മുടെ പ്രേക്ഷകർ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം കൂടി ഉണ്ട്. കേരളത്തിലെ ക്രൈസ്തവരായ യുവജനങ്ങൾക്ക് കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ എത്ര പേർക്ക് അഡ്മിഷൻ കൊടുക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം കൂടിയാണ് അല്ലേ? ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം എല്ലാ ക്രൈസ്തവ സഭയും അവരുടെ പ്രതിനിധികളെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൽ വലിയ രീതിയിൽ വിദേശത്ത് പോകുന്ന പല സുഹൃത്തുക്കളും പറയുന്ന ഒരു കാര്യമാണ്, അവർക്ക് ക്രൈസ്തവരുടേതെന്ന് നമ്മൾ പറയുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അർഹമായ പരിഗണന നൽകിയില്ലെന്നത് കൂടിയുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ കോമൺ ആയിട്ട് പറയുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ക്രൈസ്തവ സമുദായങ്ങളിലെ സ്ഥാപനങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കുക. അവിടെ ജീവനക്കാരായിട്ടുള്ളവര് എങ്ങനെയുള്ളവരാണെന്നും ഏതൊക്കെ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അത് നമ്മൾ ചുമ്മാതെ ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല. അത് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. പക്ഷേ ക്രൈസ്തവ സമുദായങ്ങൾക്ക് തന്നെ ഇന്ന് നിലനിൽപ്പ് പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. പല സെന്റേഴ്സിന്റെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മറ്റ് സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ ഈ സംസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു നീചമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നമ്മളെ ഏറ്റവും കൂടുതൽ ഇന്ന് എല്ലാ മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മക്കളെ മൈഗ്രേറ്റ് ചെയ്ത് വിടാൻ ആഗ്രഹിക്കുന്ന ഒരു ശൈലിയിലേക്ക് മാറുകയാണ്. അതിനപ്പുറമായിട്ട് ഇവിടെ തന്നെ ഗവൺമെന്റ് സർവീസിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾ കയറുവാൻ തക്കവണ്ണുള്ള സാഹചര്യം സഭയും ഒപ്പം ഗവൺമെന്റും ഒരേപോലെ മുൻകൈയെടുത്ത് നോക്കിയാൽ മാത്രമേ ഇതിനൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. കൃത്യമായിട്ട് അപ്പോൾ ഈ കമ്മീഷന്റെ പഠനങ്ങൾ വരുമ്പോൾ
ഇപ്പം പോപ്പുലേഷന്റെ ഒരു പ്രശ്നം പറഞ്ഞു. എന്തുകൊണ്ടാണ് പോപ്പുലേഷൻ കുറയുന്നതെന്ന് നമുക്കറിയാം. കാരണം ഒരാള് പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ജോലി ഇല്ലാത്ത ഒരു യുവാവിനും ആരും പെണ്ണു കൊടുക്കില്ല. അപ്പം തന്നെ ലേറ്റ് മാരേജ് ആവും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലും അതേപോലെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ പഠനം പൂർത്തീകരിക്കുന്നവർക്ക് ഗവൺമെന്റ് സർവീസുകൾ ഈ രാജ്യത്ത് തന്നെ സേവനം ചെയ്യാനുള്ള രീതിയിൽ ഉള്ള ക്രമീകരണം സമുദായത്തിന്റെ സൈഡിൽ നിന്നും രൂപീകരിച്ച കമ്മീഷന്റെ സൈഡിൽ നിന്നും നിർബന്ധമായിട്ടുണ്ടാവണം. അതിനെയൊക്കെയും സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരെ മാത്രമേ ഇനിയുമാണെങ്കിലും ക്രൈസ്തവ സമുദായം ജയിപ്പിച്ചു വിടാവൂ. അല്ലായെങ്കിൽ നമ്മൾ ഇങ്ങനെ പരാതികൾ പറഞ്ഞുകൊണ്ട് മാത്രം ഇരിക്കാം. നിയമസഭയിൽ എണ്ണീറ്റ് ചോദ്യം ചെയ്യേണ്ടതിന് ചോദ്യം ചെയ്യാനും എതിർക്കേണ്ടതിന് എതിർക്കുവാനും ബോർഡുകളിലെ അപ്പോയിന്റ്മെന്റ്സ് വരുമ്പോൾ അതിന് വേണ്ട പ്രാതിനിധ്യം കിട്ടുവാനും ഒക്കെ ഇവര് മുൻകൈ എടുത്താലേ പറ്റുള്ളൂ. ഷെറിസാർ പറഞ്ഞ അധികാരം ഇവിടെ ഒരു വലിയ ഘടകമാണ്. അതെ, എവിടെയും അധികാരം വലിയൊരു ഘടകം തന്നെയാണ്. പക്ഷെ ആ അധികാരത്തിലേക്ക് നമ്മൾ കയറ്റി വിടുന്നവർ തന്നെ നമ്മൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് സമുദായത്തിനും സമൂഹത്തിനും ഒരേപോലെ കൊള്ളാവുന്നവരെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇനിയിപ്പോ ഈ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു, നിയമസഭ ഇലക്ഷൻ വരുന്നു, നമ്മുടെ നേതാക്കന്മാരെല്ലാം നമ്മുടെ എല്ലാം മുന്നിൽ വരും. കൃത്യമായിട്ട് നമ്മൾ ഇതിനെപ്പറ്റി ചോദ്യം ചെയ്ത് അവരുടെ ആശയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ തീരുമാനിക്കുക ആരെ നമ്മളുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വിടണമെന്നുള്ളത്. ഇല്ലെങ്കിൽ എത്ര കമ്മീഷൻ വെച്ചാലും ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പൊ നിസ്സാരം ഞാൻ ഒരു വിഷയം കഴിഞ്ഞ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞു നിർത്തിക്കോളാം. ചരിത്ര സ്ഥലങ്ങളായിട്ടുള്ള ദേവാലയങ്ങൾ പോലും ഇന്ന് പൊളിച്ചു കളയാനുള്ള ടെൻഡൻസി ഈ സംസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ചേപ്പാട് പള്ളി ഈ ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ പള്ളി പൊളിക്ക് 1000 വർഷത്തോളം പഴക്കമുള്ള ചരിത്രമുള്ള ഒരു ദേവാലയങ്ങൾ പോലും അതിന്റെ ചരിത്രങ്ങളെ പോലും മറന്നുകൊണ്ട് തകർക്കുവാൻ തക്കവണ്ണമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെയും കൂടെ ആവശ്യമുണ്ട്. അതും കൂടെ ഈ കമ്മീഷൻ കൃത്യമായിട്ട് പഠിച്ചാലേ പറ്റുകയുള്ളൂ. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞ പോലെ ഇതിന്റെ അകത്ത് 3 അംഗ സംഘമല്ല വേണ്ടത്. ഒരു വൈഡ് മെമ്പർഷിപ്പോട് കൂടി കൃത്യമായിട്ട് ചുമ്മാതെ എവിടെയെങ്കിലും പോയിരുന്നിട്ട് ഒരു റിപ്പോർട്ട് എഴുതി പഠനം പൂർത്തീകരിച്ചു എന്നുള്ളതല്ല. കഴിഞ്ഞ വർഷം നടത്തിയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നടത്തിയതാണ്. 14 ജില്ലകളിൽ 12 ജില്ലയിൽ അവരൊരു പഠനം നടത്തി. ഞങ്ങൾ കഴിഞ്ഞിടയ്ക്കും പറഞ്ഞു ആ റിപ്പോർട്ട് ഗവൺമെന്റിന് മുന്നിൽ വെക്കുന്നതിന് മുമ്പേ കൃത്യമായിട്ട് ഞങ്ങൾക്ക് അതിന്റെ രേഖ കിട്ടണം. ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത് ഒരാവശ്യം കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെക്കുന്ന ഏത് പഠനവും അതെല്ലാ സമുദായത്തെയും കൃത്യമായിട്ട് വിളിച്ച് അവരോട് ചർച്ച ചെയ്തതിന് ശേഷം മാത്രം അതിൻ്റെ അകത്ത് ഭേദഗതി വരുത്തിയിട്ട് മാത്രമേ റിപ്പോർട്ട് വെക്കാവുന്നുള്ളത്. അതിനപ്പുറം ഈ പഠനങ്ങൾ നടന്നോട്ടെ. കൃത്യമായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് തരേണ്ട ആനുകൂല്യങ്ങൾ ഒരു നിമിഷം പോലും മാറ്റി നിർത്താതെ അത് ഇനിയും നമ്മൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. ഇവിടെ ഫാദർ ബെന്യാമിൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അഡ്വക്കേറ്റ് ഷെറി പറഞ്ഞൊരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ എല്ലാ സഭാ സമൂഹങ്ങളും ക്രൈസ്തവരെല്ലാം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പോസിറ്റീവായിട്ട് സർക്കാരിനെ കാര്യങ്ങൾ ബോധിപ്പിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാകുമോ? അത് ഉണ്ടാകേണ്ടതല്ലേ? ആ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വരും, അത് റിപ്പോർട്ടിന്റെ വഴിക്ക് തന്നെ അങ്ങ് പോകും. ആരാണ് മുൻകൈ എടുക്കേണ്ടത്? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിന് വിവിധ സഭകളുടെ പിതാക്കന്മാർ തന്നെ മുന്നോട്ട് വരണം. അവരുടെ നേതൃത്വത്തിൽ വേണം ഇത് സംഘടിപ്പിച്ചു വരുവാൻ വേണ്ടി. ഇന്റർ ചർച്ച് കൗൺസിൽ പോലെയുള്ള വിവിധ സഭകളുടെ കോർഡിനേഷൻ ഉണ്ട്, KCBC ഉണ്ട്, അങ്ങനെ വിവിധ സഭകൾ എക്യുമെനിക്കൽ സെന്ററുകളുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് സഭയുടെ മുഖ്യധാരയിൽ എല്ലാവരെയും ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ വിഘടിച്ച് നിൽക്കുന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഈ നഷ്ടങ്ങളൊക്കെ വരുന്നത്. അങ്ങ് ഒരുമയോടെ നിൽക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ കമ്മീഷൻ കൊണ്ടുണ്ടാകുന്ന റിപ്പോർട്ടിന്റെ ബെനിഫിറ്റുകൾ കിട്ടിയുള്ളൂ. ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഉള്ളൂ ഒരേ രീതിയിലുള്ള പ്രസന്റേഷൻ ഉണ്ടാകുകയുള്ളൂ. കഴിഞ്ഞ നാളുകളിൽ ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റികളൊക്കെ പല സഭകളും ഒരുമിച്ച് തന്നെ റിപ്പോർട്ടുകൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു സാഹചര്യം നമ്മുടെ പ്രശ്നം എന്താ? എല്ലാവർക്കും രാഷ്ട്രീയക്കാർക്കും അറിയാം, ഇതര വിഭാഗങ്ങൾക്കും അറിയാം. കത്തോലിക്ക സഭ, ക്രൈസ്തവ സഭകൾ അതങ്ങ് വിഘടിച്ച് നിൽക്കുകയല്ലേ. അവരെല്ലാവരെയും തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല. വിഘടിച്ച് നിൽക്കുന്നവരുടെ ഏത് കാര്യമാണ്, ഏത് സർക്കാരാണ് സാധിച്ചു തരുന്നത്? ഒരുമിച്ച് നിൽക്കുന്നു എന്നൊരു സന്ദേശം ഭരണകേന്ദ്രങ്ങൾക്ക്, നേതാക്കന്മാർക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ 24 മണിക്കൂറിനകം എന്ത് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നറിയാമോ? ഇത് സാധ്യമാകണമെങ്കിൽ സഭയുടെ പിതാക്കന്മാർക്ക് ഒരുമ ഉണ്ടാകണം, വിശ്വാസ സമൂഹത്തിന് ഒരുമ ഉണ്ടാകണം. ആ ഒരുമ വന്നു കഴിഞ്ഞാൽ
ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. വളരെ കൃത്യമായ നിരീക്ഷണമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 പേരും വളരെ കൃത്യമായ നിരീക്ഷണമാണ് അവിടെ പങ്കുവച്ചത്. ജസ്റ്റിസ് KB കോശിയുടെ ഈ ഒരു റിപ്പോർട്ടിനെ ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവരും ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇതിൽ പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം, അഡ്വക്കേറ്റ് വി സെബാസ്റ്റ്യൻ പറഞ്ഞതുപോലെ പ്രാതിനിധ്യത്തിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. ഈ കമ്മിറ്റിയിൽ കൂടുതൽ ആളുകളെ നിയമിച്ച് എല്ലാവർക്കും കൃത്യമായ പ്രാതിനിധ്യം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുവാൻ സർക്കാർ സംവിധാനങ്ങൾ ഒരുങ്ങണം. ഇതിൽ എല്ലാ പ്രശ്നങ്ങളും എല്ലാ അർത്ഥത്തിലും ഇവിടെ ചർച്ച ചെയ്യപ്പെടണം. ഫാദർ ബെന്യാമിൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പല മേഖലകളിൽ ഈ റിപ്പോർട്ടിന്റെ ഈ ഒരു കമ്മീഷന്റെ ശ്രദ്ധ പതിയണം. എങ്കിൽ മാത്രമേ ഈ കമ്മീഷൻ കൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. കമ്മീഷനുകൾ റിപ്പോർട്ടുകൾ സമർപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. ആ റിപ്പോർട്ടുകൾ വേണ്ട വിധത്തിൽ നടപ്പാക്കാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉണ്ടാകേണ്ടതും ഒരാവശ്യമാണ്. അതിനെല്ലാം ഉപരിയായി കൃത്യമായിട്ട് സർക്കാർ സംവിധാനങ്ങളെ ഈ കാര്യങ്ങൾ ബോധിപ്പിക്കുവാൻ, കൃത്യമായ റിപ്പോർട്ടുകൾ രേഖകൾ സമർപ്പിക്കുവാൻ, മറ്റു ഭിന്നിപ്പുകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് കേരളത്തിലെ സഭ ഒന്നാകെ, കേരളത്തിലെ ക്രൈസ്തവർ ഒന്നാകെ മുന്നോട്ട് വരേണ്ടതും ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിലേക്കുള്ള ഒരു വഴികാട്ടിയായി ഈ ചർച്ച മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫാദർ ബെന്യാമിനും അഡ്വക്കേറ്റ് BC സെബാസ്റ്റ്യനും ശ്രീ അമൽ ശ്രീയക്കിനും അഡ്വക്കേറ്റ് ഷെറിക്കും നന്ദി.